ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളി എല്ലാവർക്കും ഇല്ല. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ തനിച്ചാക്കി പോകുന്ന സമയത്ത് മാറി നിന്നുകൊണ്ട് ഒരു ദുആ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാവരും ഇതിൽ ഉൾക്കൊണ്ടോ എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. റബ്ബന, പടച്ചവനെ, ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി, ഞാൻ എൻ്റെ മകനെയും ഭാര്യയെയും തനിച്ചാക്കി താമസിപ്പിച്ചിരിക്കുകയാണ്. ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷിയിടമില്ലാത്ത ആരാരുമില്ലാത്ത ഒരു വിജനമായ മലഞ്ചെരുവിൽ ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ബൈത്തിക്കൽ മുഹറം, ഒരാശ്വാസമുള്ളത് പവിത്രമാക്കപ്പെട്ട നിന്റെ ഭവനത്തിന്റെ സമീപത്താണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാ, ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചത് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയും. അതിനുശേഷം പറയുന്നൊരു വാക്കാണ് ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഫജ്അൽ മിനൻ നാസ്, ഫജ്അൽ മിനൻ നാസ്, ഇതാണ് വാക്ക്. ഫജ്അൽ മിനൻ നാസ്. അറബി ഗ്രാമർ പഠിച്ച ആളുകൾക്കറിയാം, ആ മിൻ എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ എല്ലാ ആളുകളും അങ്ങോട്ടെത്തുമായിരുന്നു. മിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയുമില്ല. ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ മനസ്സുകളെ നീ അങ്ങോട്ട് അടുപ്പിക്കണേ അല്ലാ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊണ്ടു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നത് പോലെ എല്ലാ ഹജ്ജിനും സ്വർഗമില്ല, ഹജ്ജിന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജും മബ്റൂറിനെ സ്വർഗമുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പോകുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. അൽ ഹജ്ജു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്നല്ല പറഞ്ഞത്, മറിച്ച് അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. എങ്ങനെയാണിത് മബ്റൂറാക്കേണ്ടത്? മഖ്ബൂലായാൽ മബ്റൂറാകും. എങ്ങനെയാണ് മഖ്ബൂലാകുന്നതും എങ്ങനെയാണ് മബ്റൂറാകുന്നതും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മബ്റൂർ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതാക്കി മാറ്റുക. അത് കുറ്റമറ്റതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു യാത്ര പോയി ഏകദേശം 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യന് ഈ യാത്രയിൽ സ്വർഗം അവന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ കുറച്ച് പണിയെടുക്കണ്ടേ? അവിടെയാണ് വിഷയം. ഹജ്ജെന്ന് പറഞ്ഞാൽ കേവലം 6 ദിവസം, അത് 4 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ആ ഒരു 6 ദിവസം കൊണ്ട് അവൻ അല്ലാഹു തആല സ്വർഗം കൊടുത്തവൻ തിരിച്ചു പോരുകയാണെന്ന് പറയുമ്പോൾ ഇതിനിടയിൽ അവൻ അത് മബ്റൂറാക്കി മാറ്റിക്കഴിഞ്ഞാലേ അല്ലാഹു തആല അവനിക്ക് ആ ഒരു സ്വർഗം കൊടുക്കുകയുള്ളൂ. എങ്ങനെ അത് മബ്റൂറാക്കി മാറ്റേണ്ടത്? മനസ്സാണ് പ്രധാനം. പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മനസ്സാണ് പ്രധാനം. ഞാനൊരു ആശങ്ക നിങ്ങളെ തീർക്കാനായി ഒരു കാര്യം അറിയിക്കുകയാണ്. ഹജ്ജിൽ നാവുകൊണ്ട് ഉരിയാടൽ നിർബന്ധമായ ഒരു ദുആവും ഇല്ല, ഒന്നും ഇല്ല. നാവുകൊണ്ട് ചൊല്ലിപ്പറയൽ നിർബന്ധമായ ഒരു ദിക്റോ അല്ലെങ്കിൽ ഒരു സ്വലാത്തോ അല്ലെങ്കിൽ ഒരു ദുആയോ ഒന്നുമേ ഇല്ല. കേവലം ചില കർമ്മങ്ങൾ മാത്രമാണ് പ്രധാനമായത്. അതിൽ പഠിപ്പിക്കപ്പെടുന്ന മനാസിക് പുസ്തകത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ദിക്റുകളും ദുആകളുമെല്ലാം സുന്നത്തായ ദിക്റുകളും ദുആകളുമാണ്. ഒരാൾ അത് ചൊല്ലാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞില്ല, നോക്കി ചൊല്ലാനും അവനെ കൊണ്ട് കഴിഞ്ഞില്ല, അറബി അവൻ അറിയില്ല, അവൻ ഒരു പ്രശ്നമല്ല.
അവൻ അറിയാവുന്ന ഭാഷയിൽ എന്താണ് അവനക്ക് ദുആ ചെയ്യാൻ പറ്റുക, അറിയുന്ന ദിക്റുകൾ എന്താണോ അത് ചെയ്താൽ മതി, ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇത് ചെയ്യുന്നവന്റെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മനസ്സിൽ ഹജ്ജിന് വിഘ്നം സംഭവിക്കുന്ന ഒന്നും അവന്റെ ഭാഗത്തുനിന്ന് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, മനസ്സുകൊണ്ട് പോലും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് മബ്റൂറാവാനൊരു കാരണം. പോകുന്നതിന് ഇടയിൽ എന്തെങ്കിലും ഒരു മനസ്സിൽ അവന്റെ അവൻ ചെയ്ത ആ ഒരു കർമ്മത്തിനിടയിലായി ഹജ്ജ് കമ്മിറ്റിയോട്, അതല്ലെങ്കിൽ അവന്റെ താമസിക്കുന്ന റൂമിലുള്ളവരോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു ഈ പറയപ്പെട്ട മബ്റൂറായ ഹജ്ജിന് നിരക്കാത്തത് വല്ലതും സംഭവിച്ചു പോയാൽ പോലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6 ദിവസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള 6 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ മബ്റൂറിന് തകരാറ് സംഭവിക്കുന്ന, മഖബൂലിയത്തിന് തകരാറ് സംഭവിക്കുന്ന ഒന്നും വരാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ മൻ ഹജ്ജ യഗ്സിലു ദുനൂബഹു കമാ യഗ്സിലുൽ മാഉ അദ്ദറന എന്ന ഹദീസിൽ കാണാം. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം അഴുക്കിനെ ക്ലിയറാക്കുന്നത് പോലെ, ശുദ്ധീകരിക്കുന്നത് പോലെ അവന്റെ മനസ്സിലെ, അവന്റെ ശരീരത്തിലെ മുഴുവൻ പാപങ്ങളെയും അല്ലാഹു തആല കഴുകിക്കളയുമെന്ന് പറയുമ്പോൾ അത് കഴുകിക്കളയാൻ ആവശ്യമായത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ബൈത, ഈ കഅബാലയം ദഅാമത്തുൻ മിൻ ദഅാഇമിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചതാണ് ഈ പറയപ്പെട്ട പരിശുദ്ധ കഅബാലയം. ഫമൻ ഹജ്ജൽ ബൈത, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആശങ്കയില്ലാതെയാക്കാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഫമൻ ഹജ്ജൽ ബൈത ഔ യഅ്തമറ, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ ഇഹ്റാം ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഇറങ്ങുന്നതോടുകൂടെ അവന്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളും അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെ അവന് ടെൻഷൻ അടിക്കേണ്ടതില്ല. അവന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം എന്താണ്? അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, അള്ളാന്റെ അതിഥികൾ. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ അതിഥികളാണ്, ഞാൻ ഇവിടുത്തെ അതിഥിയാണ്. ഒരു അതിഥിയായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആ അതിഥിയെ സ്വീകരിക്കുക, സൽക്കരിക്കുക എന്നുള്ളത് അത് നടത്തിപ്പുകാരൻ്റെതായ ബാധ്യതയാണ്. അള്ളാന്റെ അതിഥികളായി ചൊല്ലുന്ന ആളുകളെ അള്ളാഹു കൈവിടില്ല. ഇനി ഈ യാത്രക്കിടയിൽ ഒരാൾ മരിച്ചു പോയാലോ, അങ്ങനെയും സംഭവിക്കാമല്ലോ. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മരിച്ചു പോവാറുണ്ട്, മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. എന്നാൽ ഈ കർമ്മത്തിനിടയിൽ ഒരാൾ മരിച്ചു പോയാൽ മരിക്കുന്നതോടുകൂടെ അദ്ഖലഹുല്ലാഹുൽ ജന്ന, നേരെ അവനെ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് കടത്തുകയാണ് ചെയ്യുക. പിന്നെ അവനക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നത് തന്നെ നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. വഇൻ റദ്ദഹു ഇലാ അഹ്ലിഹി റദ്ദ ബിഅജ്രിൻ വഗനീമ, ഒരാൾ എല്ലാം കഴിഞ്ഞ്, ഹജ്ജ് കഴിഞ്ഞു, ഉംറ നിർവഹിച്ചു, മദീന സിയാറ എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോരാൻ ഒരവസരം അവന് സംജാതമായാൽ അവൻ പോരുന്നത് വെറും കയ്യോടെ അല്ല, മറിച്ച് വലിയ പ്രതിഫലവുമായിട്ടാണ് അവൻ നാട്ടിലേക്ക് തിരിക്കുക എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അതിഥികളായ ആളുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞ ദഅാഹും ഫഅജാബൂഹു, അങ്ങോട്ട് അല്ലാഹ് അവരെ വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകി ഇവരവിടെ എത്തി. ഇനിയോ ഫഇദാ സഅലൂഹും, അവരെങ്ങാനും അള്ളാഹിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിലോ ആ ചോദിച്ചത് മുഴുവനും അള്ളാഹു തരാനായി തയ്യാറാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറഞ്ഞാൽ മറ്റു വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ഒരു ഹാജ് ഇവിടെ നിന്ന് പുറപ്പെട്ടു, ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഹജ്ജിന്റെ ഇഹ്റാമിലായി അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹാജ് തന്നെയാണ്. അവൻ പിന്നീട് പൂർത്തീകരിക്കണം എന്നില്ല. ഒരിക്കൽ അറഫയിൽ വെച്ചുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് വീണുകൊണ്ട് മരിച്ചു. ആൾ ഇഹ്റാമിലാണ്.
ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ഇടയിൽ വലിയ ചർച്ചയായി. എന്താ ചർച്ച? ചില ആളുകൾ പറഞ്ഞു ആളെ കുളിപ്പിക്കണം, ചില ആളുകൾ പറഞ്ഞു സാധാരണ മയ്യിത്തിനെ കഫൻ ചെയ്യുന്നത് പോലെ കഫൻ ചെയ്യണം. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇഗ്സിലൂഹു, ആ മയ്യിത്തിനെ, ഇഹ്റാം ചെയ്ത ആ മയ്യിത്തിനെ നിങ്ങൾ കുളിപ്പിച്ചോളൂ, ബിമാഇൻ വസിദ്രിൻ, വെള്ളവും താളിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ മയ്യത്തിനെ കുളിപ്പിച്ചോളൂ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് വലാ തുഹന്നിത്തുഹു, ആ മനുഷ്യനെ നിങ്ങൾ സുഗന്ധം ആ മനുഷ്യൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. മാത്രവുമല്ല വലാ തുഖമ്മിറു റഅസഹു, ആ മനുഷ്യന്റെ മുഖം നിങ്ങൾ മൂടിക്കളയരുത്. വകഫിനു ബിസൗബൈഹി, അയാൾ ഏതൊരു വസ്ത്രമാണോ ഇഹ്റാമിലായി ധരിച്ചതെങ്കിൽ ആ വസ്ത്രം കൊണ്ട് അയാളെ കഫൻ ചെയ്യുകയും ചെയ്യൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖം തുറന്നിടുകയും വേണം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അതിന്റെ അവസാനം പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫഇന്നഹു യുനാദി യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഫഇന്നഹു യുനാദാ യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഈ മനുഷ്യൻ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് യാത്രയാക്കാൻ വേണ്ടി ഖബറിൽ നിന്ന് ആൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആള് തൽബിയത്ത് ചൊല്ലിയിട്ടായിരിക്കും മഹ്ശറയിലേക്ക് വരിക എന്ന് മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് തൽബിയത്ത് ഇങ്ങനെ ചൊല്ലും. കാരണം ആള് അറഫയിലാണ്. എപ്പോഴാ തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത്? ഹാജി തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത് അറഫ കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞ് അവസാനം ജംറത്തുൽ അഖബ കല്ലെറിഞ്ഞാലാണ് ഹാജ് തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത്. ഇയാൾ അറഫയിൽ വെച്ചുകൊണ്ട് മരിച്ച ആളാ. അതുകൊണ്ട് തന്നെ ഖബറിൽ നിന്ന് ഈ മനുഷ്യനെ യാത്രയാക്കപ്പെടുന്ന സമയത്ത് ഇയാൾ തൽബിയത്ത് ചൊല്ലിയിട്ടായിരിക്കും പരലോകത്തേക്ക് വരിക എന്ന്. അങ്ങനെ വേറൊരാൾ കൂടെ വരും. അതാരാ? യുഅദ്ദറുൽ മുഅദ്ദിനു മുഅദ്ദിന എന്ന ബാങ്ക് കൊടുക്കുന്ന മുക്രിമാര് അവർ മഹ്ശറയിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തുകൊണ്ടായിരിക്കും അവർ മഹ്ശറയിലേക്ക് വരിക. എല്ലാവരും ഖത്തീബുമാർക്ക് ആ സ്ഥാനം കൊടുക്കുക, പാവങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കില്ല. അവരെപ്പോഴും ആട്ടും തുപ്പും ചീത്തയുമാണ്. പക്ഷേ ഖത്തീബിനില്ലാത്തൊരു പവർ, ഇമാമിനില്ലാത്തൊരു പവർ മുഅദ്ദിനീങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തലയെടുപ്പോടുകൂടെ മഹ്ശറയിൽ നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ള. കാരണം രണ്ട് കൂട്ടരായി ഇങ്ങനെ എഴുന്നേറ്റ് വരിക. ഒന്ന് ഇഹ്റാം ചെയ്തവൻ മരിച്ചു കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലി ഖബറിൽ നിന്ന് എഴുന്നേറ്റവർ, മറ്റൊരാൾ മുഅദ്ദിനീങ്ങളാണ്, ബാങ്ക് കൊടുക്കുന്ന ആളുകളാ. അവര് അല്ലാഹു അക്ബർ എന്നുള്ള ആ വചനം ഉരുവിട്ടുകൊണ്ടായിരിക്കും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പോകുന്ന ആളുകൾ ചില മുന്നൊരുക്കങ്ങൾ അവർക്ക് വേണ്ടി പറയുകയാണ്. ആ മുന്നൊരുക്കങ്ങൾ ഇനി പോവാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ അതിന് ഇടയിൽ നിങ്ങൾ ചെയ്യാത്ത, ഞാൻ ഈ പറയുന്ന ഇമാം നവവി തങ്ങൾ തന്റെ ഈലാഹിലൂടെ ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ഒരാൾ നിർവഹിക്കേണ്ട ചില മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ 15ഓളം വരുന്ന വിഷയങ്ങളുണ്ട്. മുഴുവനും കൂടി ഞാൻ ഇവിടെ പറയുന്നില്ല. അതിൽ ഏതാനും ചില കാര്യങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. ഒന്ന് മുശാവറയാണ്, കൂടിയാലോചനയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തത് ഇസ്തിഖാറത്താണ്, ആത്മീയമായ കൂടിയാലോചനയാണ്. അത് പടച്ചോനോടുള്ള കൂടിയാലോചനയാണ്. 2 റക്അത്ത് നിസ്കരിച്ച്, ആ നിസ്കാരം കറാഹത്തില്ലാത്ത സമയങ്ങളിൽ 2 റക്അത്ത് നിസ്കരിച്ച്, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതിയിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ ഞാൻ ഇങ്ങനെ ഒരു യാത്രക്ക് തയ്യാറായിരിക്കുകയാണ്, ഞാനിങ്ങനെ പാസ്പോർട്ട് കൊടുത്തു, എനിക്ക് അതിന് അറിയിപ്പും കിട്ടിയിട്ടുണ്ട്, യാത്രയ്ക്ക് അനുമതിയും കിട്ടിയിട്ടുണ്ട്, എന്തായാലും ശരി പടച്ച റബ്ബേ, എന്റെ ഈ യാത്രയിൽ ഇവിടെ നിന്ന് പോകുന്ന തിരിച്ചെത്തുന്നത് വരേക്കും എല്ലാ ഖൈറായ വഴികളിലേക്കും നീ എന്നെ അടുപ്പിക്കണേ അല്ലാ. എന്തെങ്കിലും നിന്റെ ഖലാഇൽ ശർറായത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറ്റി അനുകൂലമായ ഒരു സാഹചര്യം എന്റെ യാത്രയിലേക്ക് നീ നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദുആ നടത്തണം. അത് നേരത്തെ നടത്തേണ്ടതായിരുന്നു, നടത്തിയിട്ടില്ലെങ്കിൽ അത് നടത്തുക. മൂന്നാമത്തത് ഈ യാത്രയ്ക്ക് വേണ്ടി ഇമാറത്താണ്, അതായത് ഒരു നേതൃത്വം ഉണ്ടാവുക എന്നുള്ള. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നേതൃത്വം ഉണ്ടാകുമല്ലോ. നാലാമത്തത് തൗബയാണ്. തൗബയ്ക്ക് വേണ്ടിയല്ലേ മക്കയിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ശാരീരികമായി, സാമ്പത്തികമായി, മറ്റുള്ള ആളുകളുമായി എന്തെങ്കിലും ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും തീർത്ത് പരിപൂർണ ശുദ്ധി വന്നതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് യാത്ര പോയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി.
മനസ്സിലായില്ലേ? അള്ളാഹുവിനോടുള്ള ഹക്ക് തീർക്കാനുണ്ട്, നിസ്കാരം കുറെ ഖളാ വിട്ടാനുണ്ട് എങ്കിൽ ആ നിസ്കാരങ്ങൾ ഖളാ വിട്ടിക്കൊണ്ടേയിരിക്കുക. പോകുന്നതിന് മുമ്പ് ഇനി എത്ര ദിവസമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, പറ്റാവുന്നത് ഖളാ വിട്ടിക്കൊണ്ടിരിക്കുക. നോമ്പ് ഖളാ ആയതുണ്ടെങ്കിൽ അത് ഖളാ വിട്ടുക. സക്കാത്ത് കൊടുത്തു വിട്ടാൻ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക. അതേപോലെ തന്നെ ആരോടെങ്കിലും വല്ല ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യമാർ, മക്കൾ, അതേപോലെ തന്നെ അയൽവാസികൾ, വേണ്ടപ്പെട്ടവരോട് എന്തെങ്കിലും ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഹക്കടപാടുകൾ മുഴുവനും തീർത്ത് പൂർണ്ണമായ ശുദ്ധി കൈവന്നതിന് ശേഷമാണ് ഇവിടെ അങ്ങോട്ട് യാത്രയാവേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സഹയാത്രികരെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രൂപ്പായി പോകുന്ന സമയത്ത് എന്തായാലും സഹയാത്രികരുണ്ടാകും. ഒറ്റക്കൊരാൾ പോവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ പിശാച് അവന്റെ പിന്നാലെ ഉണ്ടാകും. സഹയാത്രികരെ കണ്ടെത്തുന്ന സമയത്ത് ഒരു മനുഷ്യ സഫർ എന്നുള്ള ആ വാക്കിന് അർത്ഥം തന്നെ പുറത്തു ചാടുക എന്നുള്ളതാണ്. സഫറ എന്ന വാക്കിന് അർത്ഥം തന്നെ പുറത്തു ചാടുക എന്നുള്ളതാണ്. എന്താ പുറത്തു ചാടുന്നത്? യാത്ര ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനിൽ നിന്ന് അൽ അഖ്ലാഖു സയ്യിഅ, ഒരാൾ ഒരു കൂട്ട യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ സഹയാത്രികയിൽ നിന്നുള്ള എല്ലാ ചീത്തയായ സ്വഭാവങ്ങളെയും പുറത്തു ചാടുന്നത് ഒരു മനുഷ്യന്റെ യാത്രയിലാണ്. പേഴ്സണാലിറ്റി അകറ്റുക എന്നുള്ളത് സാമ്പത്തികമായ ഇടപാടിന്റെ സമയത്തും കൂടെ യാത്ര ചെയ്യുന്ന സമയത്തുമാണ്. അപ്പോൾ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ യാത്രക്ക്, ഈ പ്രധാനപ്പെട്ട യാത്രക്ക് ഒരു കുഴപ്പം, ഒരു ഭംഗം സംഭവിപ്പിക്കുന്ന ഒരു സഹയാത്രികൻ ആവാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ഞാൻ പോകുന്ന ഞാനും എന്നോടൊപ്പം വരുന്ന ആളുകളും അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന്, നേതൃത്വം ഉണ്ടാകുന്ന സമയത്ത് അമീർ വേണമെന്ന് പറഞ്ഞല്ലോ. അമീറിന് ഒരു ചുമതലയുണ്ട്. എന്താ അമീറിന്റെ ചുമതല? താൻ ആർക്കാണോ അമീറായി വരുന്നതെങ്കിൽ അവരോട് മുഴുവനും നീതിപൂർവ്വം പെരുമാറുക എന്നത് അമീറിന്റെ കടമയും, അതേപോലെ തന്നെ ആരെയാണോ നിങ്ങൾ അമീറായി കണ്ടെത്തിയതെങ്കിൽ ആ അമീറിന്റെ വാക്കിനെ മുഴുവനും തന്നെ അംഗീകരിക്കുകയും ചെയ്യുക എന്നത് പോകുന്ന ആളുകളുടെയും ബാധ്യതയാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം തഅലീം, പഠനമാണ്. ഇതിൻ്റെമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാത്ര തിരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽക്ക് തന്നെ പുസ്തകങ്ങൾ വായിച്ചും അതേപോലെ തന്നെ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടും അതേപോലെ തന്നെ മൊബൈലുകളിലൂടെ, യൂട്യൂബിലൂടെ എല്ലാം കേട്ടുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും. പക്ഷെ ഇമാം നബവി തങ്ങൾ പറഞ്ഞത്, പോകുന്ന സമയത്ത് ഒരു മനാസിക്കിന്റെ പുസ്തകമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മാത്രവുമല്ല ആ മനാസിക്കിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഓരോ അമലിന്റെ ഘട്ടത്തിൽ ചൊല്ലാവുന്നത് ദിക്റുകളും ദുആകളും അതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കത് പഠിക്കാൻ കഴിയില്ലെങ്കിൽ, പ്രയാസമാണെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നത് ചൊല്ലിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പോലും ഒരു മനാസിക്കിന്റെ പുസ്തകം കയ്യിൽ കരുതിയിട്ട് അവൻ പരമാവധി അതിലിങ്ങനെ മുദാവമത്താവുകയും അതിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും അതേപോലെ തന്നെ ചൊല്ലി പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഞാൻ നീട്ടിപ്പടുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്ന്, ഈ യാത്രയിൽ ഒരു കച്ചവട ചിന്ത ഉണ്ടാവാനേ പാടില്ല. അതായത് ഇവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു 2 പവൻ സ്വർണം കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു കച്ചവട ചിന്ത ഈ യാത്രയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇമാം നബവി തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇദ്നുൽ വാലിദൈനി, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ സമ്മതം മേടിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. അതേപോലെ തന്നെ അതൊക്കെ വളരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. എന്നോടുള്ള പല യാത്രകളിലും യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ ചില ടെലിഫോണുകൾ എനിക്ക് വന്നിട്ടുണ്ട് പല ഘട്ടങ്ങൾ. അത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി കണ്ടിരുന്ന ചില ആളുകളുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ കൂടെ വരുന്ന സമയത്ത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ കക്ഷി നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ അവർ വേണ്ടപ്പെട്ട ആളുകളോടൊന്നും ഒരു സമ്മതം ചോദിക്കാതെ പൊരുത്തപ്പെടുവിക്കാതെയാണ് നിങ്ങളുടെ കൂടെ യാത്ര പോരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞവർ എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ക്ലാസ്സിൽ നേരത്തെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് ചെയ്യാത്ത നമ്മുടെ കുറ്റമല്ലല്ലോ. ഏതായാലും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദാഇമുൽ വുളു ഉണ്ടാവുക. പരമാവധി ഇറങ്ങിയ സമയം മുതൽക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ഘട്ടത്തിലും ഉളു മുറിഞ്ഞാൽ വീണ്ടും ഉളു ചെയ്തുകൊണ്ട് ഉളു പതിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ കസ്റത്തു ദുആ, ദുആ അധികരിപ്പിക്കുക. എപ്പോൾ അധികരിപ്പിക്കണം? അവിടെ എത്തിയതിനു ശേഷമല്ല, ഇവിടെ നിന്ന് തന്നെ ദുആ അധികരിപ്പിക്കണം. എന്തുകൊണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുങ്ങുന്ന ആളുകൾ സലിൽ ആഫിയത്ത് ചോദിക്കണം. ആഫിയത്ത് ചോദിക്കണം. ആരോഗ്യത്തിന് വേണ്ടി പടച്ചവനോട് ചോദിക്കണം. കാരണം ഈ കർമ്മം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭാഗത്തെങ്ങനെ ഇരുന്ന് ഇഴങ്ങി ചെയ്യുന്ന ഒരു പണിയല്ല ഇത്. ധാരാളം കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അവനിക്കുണ്ടാകും. പക്ഷേ ഈ ഒരു കഷ്ടപ്പാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദുന ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം,
ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിന്റെ അതിഥികളായി ഇവിടെ കുറെ ആളുകൾ നിന്നെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വരാറുണ്ടല്ലോ പടച്ചോനെ. എന്നാൽ ആ വരുന്ന മസൂരിങ്ങളായ സായിരീങ്ങളായ സന്ദർശകരായ ആളുകളോട് നീ കൊടുക്കുന്ന കടമ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 2 കാര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. ഒന്ന്, എന്റെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ പരിശുദ്ധ ഹറമിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അൻ ഉആഫിയഹും, ഞാൻ അവർക്ക് ആഫിയത്ത് കൊടുക്കും. ഇത് നമ്മൾ കാണാറുണ്ട്. ഇവിടുന്ന് ഗുളികയും മരുന്നും കഴിച്ച് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആളുകൾ, നിസ്കാരങ്ങളൊക്കെ കസേരയിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചിരുന്ന ആളുകൾ വളരെ മുട്ടുവേദന, കാൽമുട്ടുവേദന, ഊരവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വേദനകളെ കൊണ്ട് ഇടങ്ങറായ ആളുകളൊക്കെ മക്ക ഹറമിലേക്ക് എത്തുന്നതോടുകൂടെ നിയ്യത്ത് നന്നാക്കി അങ്ങോട്ട് യാത്ര തിരിക്കുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത ആ ഒരു വാക്ക് അവിടെ പുലരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അൻ ഉആഫിയഹും, ഞാൻ അവർക്ക് ആഫിയത്ത് കൊടുക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആഫിയത്ത് കൊടുക്കും. രണ്ടാമത്തത് വഅന്നഗ്ഫിറ ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്തുമ്പോഴേക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകുന്നതാണ്. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യാത്രക്കൊരുങ്ങുന്ന സമയത്ത്, ഇപ്പോൾ നാളെ യാത്രയാണെന്നുണ്ടെങ്കിൽ ആ ഇത് മുഴുവനും കൂടെ പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല. ഹജ്ജ് ക്ലാസ് ആകുന്ന സമയത്ത് അക്ബർ ട്രാവൽസിലൊക്കെ നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. ഒന്ന് മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയും, പിന്നീട് ഉംറ പറയും, പിന്നെ ഹജ്ജിലേക്ക് പോകും. അങ്ങനെ ഒന്ന് മദീന സിയാറയും പറയും. അങ്ങനെ ചിലപ്പോൾ 4 ക്ലാസ്. മദീന സിയാറ ഒരു പക്ഷേ മക്കയിൽ വെച്ചുകൊണ്ട് ആ ക്ലാസ് എടുത്തു കൊടുക്കാറുള്ളത്. അപ്പോൾ 3 ക്ലാസ്സും കൂടി ഒരു മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് പറയാൻ നടക്കുന്ന വിഷയമല്ല. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നാളെ യാത്രയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ യാത്രക്കൊരുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ, യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, യാത്ര പോകുന്നത് കറാഹത്ത്, നിസ്കാരം കറാഹത്തില്ലാത്ത സമയത്താണെങ്കിൽ, കറാഹത്തുള്ള സമയമാണ്, സുബ്ഹിക്ക് ശേഷമാണെങ്കിൽ ഒരു കാരണവുമില്ലാത്ത സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. നട്ടുച്ച സമയത്താണെങ്കിൽ, വെള്ളിയാഴ്ച അല്ലാത്ത നട്ടുച്ച സമയത്ത് പാടില്ല. അതേപോലെ അസ്ർ നിസ്കാരത്തിന് ശേഷം പറ്റില്ല. അതല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഇറങ്ങുന്നതിന്റെ മുന്നോടിയായി 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉളുവോടുകൂടെ ഇറങ്ങാൻ വേണ്ടി, നിങ്ങളെല്ലാം തന്നെ മദീനയിലേക്കാണ് ഫസ്റ്റ് യാത്ര പോകുന്നത് ആണല്ലോ. മദീനയിലേക്കുള്ള യാത്രക്കാരില്ലേ, ആദ്യം തന്നെ മക്കയിലേക്കല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇഹ്റാമിന്റെ കുളിയൊന്നും ഇവിടെ വരുന്നില്ല. ഗവൺമെന്റ് ഹാജിമാർ മാത്രമല്ല അവിടെ ഉള്ളത്, അല്ലേ? പ്രൈവറ്റ് ഉണ്ടോ? പ്രൈവറ്റ് ഒരു പക്ഷേ മദീനയിലേക്കാവാനാ സാധ്യത, അല്ലേ? പ്രൈവറ്റ് ആണെങ്കിൽ ആദ്യം മദീനയിലേക്ക് പോകും, പിന്നീട് ദുൽഖഅദ് മാസം 25-ന്റെ അന്ന് മദീനയിലേക്ക് പോകും, ദുൽഹജ്ജ് 5-ന്റെ അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതാണ് അതിന്റെ സിസ്റ്റം. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവേണ്ട അവസാനത്തെ ഡേറ്റ് ദുൽഖഅദ് മാസം 25-ആണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോരേണ്ട അവസാനത്തെ ഡേറ്റ് ദുൽഹജ്ജ് മാസം 5 കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും മക്കയിലേക്ക് വിടില്ല. പിന്നെ VIP-കളായ അവിടുത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുശേഷം മക്കയിലേക്ക് ചെക്ക് പോയിന്റിലൂടെ കടത്തിവിടുകയുള്ളൂ. അല്ലാത്ത ഒരാളെയും കടത്തിവിടുകയില്ല. അപ്പൊ പ്രൈവറ്റ് ഹാജിമാര് ആദ്യം പോകുന്നത് മക്കയിലേക്ക്. മക്കയിൽ നിന്ന് അവർ ഉംറയെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഉംറകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ദുൽഖഅദ് 25-ഓടുകൂടെ മദീനയിലേക്ക് പോകും. മദീനയിൽ നിന്ന് ദുൽഹജ്ജ് മാസം 5-ഓടുകൂടെ ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് വരികയും ചെയ്യും. ഇതാണ് പ്രൈവറ്റ് ഗ്രൂപ്പുകാർ ചെയ്യുന്ന, ഇതുവരെയും ചെയ്ത സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ ഗവൺമെന്റിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏതായാലും 2 കൂട്ടരും, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവരാണെങ്കിലും ശരി, ഗവൺമെന്റിൽ പോകുന്നവരാണെങ്കിലും ശരി, ഇറങ്ങുന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്. എന്നാൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് പോകേണ്ടത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുളിക്കുന്ന സമയത്ത് ഞാൻ ഇഹ്റാമിന്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചെന്റെ കുളിക്കൽ അവർ നിർബന്ധമായും അത് കരുതേണ്ടതാണ്. കുളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടെന്നാൽ അവർ ഇൻഷാ അല്ലാഹ് ഇഹ്റാം ചെയ്യുന്നത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട എയർപോർട്ടിൽ വെച്ചുകൊണ്ടായിരിക്കും. എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അവർക്ക് കുളിക്കാൻ സൗകര്യപ്പെടാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള കുളിക്കുന്ന സമയത്ത് ഈ ഒരു നിയ്യത്ത്, ഉംറയുടെ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇഹ്റാമിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. പ്രൈവറ്റ് ഗ്രൂപ്പുകാരും സാധാരണക്കാരായ ഗവൺമെന്റിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും കുളിക്കും.
പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായി 2 റക്അത്ത് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉളൂഇന് മുമ്പായിട്ട് വീട്ടുകാരോട് മുഴുവനും യാത്ര പറയണം. യാത്ര പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഉളൂ ചെയ്തുകൊണ്ട് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉളൂഓടുകൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാ. എല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ യാത്ര പറയാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ഉളൂ മുറിയുന്ന ആളുകൾ നിങ്ങളെ വന്നുകൊണ്ട് തൊടാനും പിടിക്കാനും എല്ലാം സാധ്യത ഉള്ളതുകൊണ്ട് ആ ഉളൂഓടുകൂടെ ഇറങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലാതെയായി പോകുന്നതിന്റെ പേരിലാണ് നേരത്തെ യാത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ പോയി ഉളൂ ചെയ്തു വന്ന് യാത്രയോടടുക്കുന്ന സമയത്ത് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് 1 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി ഇൻദ സഫരിഹി, യാത്രക്കൊരുങ്ങുന്ന സമയത്ത് ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ ഒരു ബലാओ ഒരു മുസീബാത്തുകളോ പ്രശ്നങ്ങളോ അവനിക്ക് സംഭവിക്കുകയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആയത്തുൽ കുർസി അത് കഴിഞ്ഞാൽ 3 പ്രാവശ്യമായിട്ട് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്നുള്ള ആ ഒരു സൂറത്ത് 3 പ്രാവശ്യം ഓതുക. എന്തുകൊണ്ടെന്നാൽ ഈ സൂറത്ത് ഓതി ഒരാൾ യാത്ര പോയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു, നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോവുകയാണ്. ഇനി മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസാബിന്റെ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് അതിസാരമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ വരാതിരിക്കുന്നതിന് വേണ്ടി, ഭക്ഷണ സംബന്ധമായ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി 3 പ്രാവശ്യം ലീലാഫി ഖുറൈശിൻ എന്നുള്ള സൂറത്ത് മോദി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക, സ്വന്തമായ ഒരു ദുആ അവിടെ നടത്തുക. ഒരു സ്വന്തമായ ദുആ. പടച്ചവനെ, ഞാൻ കണ്ണെത്താ ദൂരത്തേക്കുള്ളൊരു യാത്രയാണ്, നിന്റെ ഹറമിലേക്കുള്ള യാത്രയാണ്. പടച്ചവനെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഈ യാത്രയിൽ അല്ലാഹുവേ, നിന്റെ ഖലായിൽ എന്തെങ്കിലും ഷർറുകൾ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തട്ടിമാറ്റി റാഹത്തുള്ള സന്തോഷകരമായ ഒരു യാത്ര അവിടെ എത്താനും പരിശുദ്ധ ഹറമിലേക്ക് എത്താനും അവിടെ നീ ഇഷ്ടപ്പെട്ട രീതിയിൽ, നീ പൊരുത്തപ്പെട്ട രീതിയിൽ, മഖ്ബൂലായ രീതിയിൽ, മബ്റൂറായ രീതിയിൽ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും മദീനയിലേക്ക് പോയി മുത്ത് റസൂലുള്ളാഹിനെ അവിടുത്തെ പൊരുത്തത്തോടുകൂടെ സിയാറത്ത് ചെയ്യാനും എല്ലാം കഴിഞ്ഞ് നീ നൽകുന്ന ഓശാരമായി നൽകുന്ന പ്രതിഫലങ്ങളുമായി നാട്ടിലേക്ക് തിരിക്കാനും നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. കണ്ണീരോടുകൂടെ യാത്രയാക്കുന്ന ഈ കുടുംബത്തിലേക്കും സന്തോഷത്തോടുകൂടെ തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടും സ്വന്തമായി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യാത്രയാക്കാൻ ദുആ ചെയ്യാൻ ഉസ്താദുമാരോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ആ ദുആയും കഴിഞ്ഞ് പിന്നെ ഒരു സലാം അങ്ങോട്ട് പറയാ. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടത്തെ കാല് വെച്ചുകൊണ്ട് ഇറങ്ങുക, വലത്തെ കാലെല്ലാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ അങ്ങനെ തന്നെയാണ് വ്യക്തമായ അഭിപ്രായമുള്ളത്. അതൊന്നും ഇനി ആ ഫിഖ്ഹിന്റെ ചർച്ചകളിലേക്ക് കടന്നുകൊണ്ട് നീട്ടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇടത്തെ കാല് വെച്ച് ഇറങ്ങി വലത്തെ കാല് വെച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറുക. വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം ആ ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞ് ഇറങ്ങുകയും എല്ലാവരോടുമായി ഒരു സലാമും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും ചെയ്യുക. പിന്നെ ആർക്കും കൈ കൊടുക്കാനോ മറ്റോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ വന്ന് വാഹനത്തിലേക്ക് വലത്തെ കാലും വെച്ചുകൊണ്ട് കയറി അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലി നിങ്ങൾ ആ വാഹനത്തിലൂടെ യാത്രയാവുക. നിശ്ചയിക്കപ്പെട്ട എയർപോർട്ടിലേക്ക് നിങ്ങൾ യാത്രയാവുകയും ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ യാത്രയിൽ ആ വാഹനം ഓടുന്ന സമയത്ത് തന്നെയുള്ള, നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ സൗദിയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ പോകുന്ന സമയത്ത് തന്നെ ഈ പ്രാർത്ഥനയിൽ കാണാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ
എന്ന് തുടങ്ങിയിട്ട് ഒരു വലിയ ദുആയാണ് വമിനൽ അമലി മാ തുഹിബ്ബു വതർല അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ എന്ന് പറഞ്ഞുകൊണ്ട് മനാസിക് പുസ്തകത്തിൽ അത് ഉണ്ടാകും. അത് നിങ്ങൾ ചൊല്ലുകയും ചെയ്യുക, ദുആ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രൈവറ്റ് ഗ്രൂപ്പുകാരായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഇൻഷാ അല്ലാഹ് അവർ പ്രൈവറ്റ് ഗ്രൂപ്പല്ല, ഗവൺമെന്റ് ഗ്രൂപ്പിലെ ആളുകൾ അവർ നേരെ മദീനയിലേക്കെത്തി. നിശ്ചയിക്കപ്പെട്ട 10 ദിവസത്തോളം അവരുടേത് കഴിഞ്ഞു. ആ 10 ദിവസം അവർ കഴിഞ്ഞു. ഇനി അവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് അവർ പോകുന്ന സമയത്ത് അതേപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകാർ വീട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി അവരും വീട്ടിൽ നിന്നിറങ്ങി. മദീനയിലേക്ക് എത്തിയ ഗവൺമെന്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അവിടെ എത്തി. അവരും ഇനി ഇറങ്ങുകയാണ്. അവരിറങ്ങുന്നതും ഉംറയിലേക്കാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്നിറങ്ങുന്ന പ്രൈവറ്റ് ഗ്രൂപ്പുകാരും ഇറങ്ങുന്നത് ഇപ്പോൾ ഗവൺമെന്റുകാർ എവിടെയാണ്? മദീനയിലാണ്. മറ്റുള്ളത് ഇവിടെ. 2 കൂട്ടരും ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ശ്രദ്ധിക്കുക. അതായത് മദീനയിൽ നിന്ന് പോകുന്നവർ അവരിനി പോകുന്നത് ഉംറക്ക. കാരണം ഹജ്ജിന് ഇഹ്റാം ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഇഹ്റാം ചെയ്യുന്നത് 3 രീതിയിലാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത് 3 രീതിയിലാണ്. അത് പഠിക്കുക. അതായത് ഇഫ്റാദ്, തമത്തു, ഖിറാൻ, ഇങ്ങനെ 3 രീതിയിലാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിൽ ഏതാ മാസം? ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10. ശവ്വാൽ 1 മുതൽക്ക് ചെറിയ പെരുന്നാൾ മുതൽക്ക് വലിയ പെരുന്നാളിന്റെ ആ ദിവസം വരെയുള്ള ആ പറയപ്പെട്ട 2 മാസവും 10 ദിവസവുമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സമയം. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആർക്കും തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ആ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു. എങ്ങനെ പോകുന്നു? ഉംറക്കല്ല. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, ഹജ്ജ് കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു, ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ള ആ നിയ്യത്ത് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്തല്ല? ഉംറയല്ല. എന്നിട്ട് നേരെ മക്കയിലേക്ക് എത്തിയാൽ മക്കയിൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? ഉംറയുടെ ബാക്കി, ഹജ്ജിന്റെ ബാക്കിയുള്ള അമലുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ എത്തണം? ദുൽഹജ്ജ് മാസം 9 എത്തണം. മനസ്സിലായില്ലേ? ഇന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോയ ഒരാൾ, ഇഫ്രാദായി പോയ ഒരാൾ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ കഴിയോ? ഇല്ല. അവൻ എന്ത് ചെയ്യണം? ദുൽഹജ്ജ് മാസം 9 വരെ അവൻ വെയിറ്റ് ചെയ്യണം. 9ന്റെ അന്ന് അറഫയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് ഹജ്ജിന്റെ 10 കാര്യങ്ങളിൽ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ആ 9 മുതൽക്കുള്ള ഏതാനും 4-5 ദിവസങ്ങൾ മാത്രമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടത്. പക്ഷെ നേരത്തെ തന്നെ അവൻ ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു. അത്രയും സമയം ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾ അവനിൽ നിന്ന് വന്നു പോവാൻ ധാരാളം സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ ആ രീതി സ്വീകരിക്കുകയില്ല. എന്നാൽ നല്ലതേതാ? അത് തന്നെ. എന്നാൽ നല്ലതേതാ? അത് തന്നെ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോവുക. ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന്റെ അമലുകൾ നിർവഹിക്കുക. അങ്ങനെ ഹജ്ജ് പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇഫ്രാദിന്റെ രീതി എന്നുള്ളത്. ആ രീതി ആർക്കും സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ആ രീതി ആരും സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത്രയും ദിവസം ഇഹ്റാമിൽ നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. രണ്ടാമത്തെ രീതിയാണ് തമത്തു. ആ രീതിയാണ് നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്ന രീതി. അതായത് ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു. മക്കയിലേക്ക് എത്തിയതിന് ശേഷം തവാഫും സഅയും ചെയ്യുന്നു. മുടി കളയുകയും ചെയ്തുകൊണ്ട് ആ ഉംറയിൽ നിന്ന് അവൻ ഒഴിവാകുന്നു. ഗവൺമെന്റ് പോകുന്ന ആളുകളാണെങ്കിൽ മദീനയിലേക്ക് എത്തിയതിനു ശേഷം മദീനയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് അവർ മക്കയിലേക്ക് പോകുന്നു. മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉംറ അവസാനിപ്പിക്കുന്നു. വീണ്ടും അവരെന്ത് ചെയ്യുന്നു? ഉംറകളും മറ്റുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ്. ആ ആളുകൾ പിന്നീട് മക്കയിലായിരിക്കും ഉണ്ടാവുക. മക്കയിലാകുന്ന സമയത്ത് മക്കയിൽ വെച്ചുകൊണ്ടാണ് ഇനി ഉംറക്ക് ഹജ്ജിന് അവർ ഇഹ്റാം ചെയ്യുന്നത്. ഈ രീതിയാണ് തമത്തുഇന്റെ രീതി എന്നുള്ളത്. ആ വിഷയത്തിലേക്ക് കടക്കാനായിട്ടില്ല. ഇത് എത്തുന്നത് വരെ എത്തുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. ഏതുവരെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു ക്ലാസ്. ഇൻഷാ അല്ലാഹ് നാളെ വിശാലമായൊരു ക്ലാസ്
നേരത്തെ സ്റ്റാർട്ട് എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പതിയാശ്ശേരിയിൽ വെച്ചുകൊണ്ട് രാവിലെ 9 മണി മുതൽക്ക് വരുന്ന ആളുകളൊക്കെ ഭക്ഷണവും നൽകിയിട്ടുള്ള ക്ലാസ്, വലിയ ക്ലാസ് അവിടെയുണ്ട്. നിങ്ങൾക്ക് പരമാവധി ആളുകൾ, പോകുന്ന ആളുകൾ അതിൽ പങ്കെടുക്കാനായി പരമാവധി ശ്രമിക്കുക. ഞാൻ നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഏതായാലും അതിന്റെ വിഷയങ്ങളെ അതിന്റെ ആദ്യം മുതൽക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും നാളെ ഉണ്ടാവുക. പോകുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പോകുന്ന, ഇനി മദീനയിൽ നിന്ന് അവർ പോകുന്നു, ഇവർ നാട്ടിൽ നിന്നും പോകുന്നു. ചെയ്യേണ്ട രീതി എന്താണ്? ഇനി ചെയ്യേണ്ട രീതി, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിന് ഏതാനും ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ ആദ്യമായി അത് തയ്യാറാക്കുക. ആ മര്യാദകളിൽ നിന്ന് ഒന്നാമത്തെ മര്യാദ എന്താണ്? ഒന്നാമത്തെ മര്യാദ, 6 മര്യാദകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം നിയ്യത്താണ്, മറ്റൊന്ന് 6 അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒന്ന് നിയ്യത്താണ്, മറ്റൊന്ന് ഈ ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒരുക്കങ്ങളിൽ നിന്ന് ഒന്നാമത്തത്, ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുന്ന ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഒരുക്കം, ശരീരം മൊത്തത്തിലൊന്ന് ക്ലീൻ ആവുക. എങ്ങനെ ക്ലീൻ ആവുന്നത്? ശരീരത്തിൽ നിന്ന് നീക്കേണ്ട ഗുഹ്യകക്ഷ രോമങ്ങളെയെല്ലാം തന്നെ നീക്കിക്കളയുക. രണ്ടാമത്തെ മര്യാദ, ശരീരത്തിൽ അവന്റെ നഖങ്ങളെ മുറിക്കുക. മൂന്നാമത്തെ മര്യാദ, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഇവിടെ ഗവൺമെന്റിൽ പോകുന്ന ആളുകൾ മദീനയിൽ നിന്ന് അവർ എന്നാണ് മദീനയിൽ നിന്ന് എന്നാണ് മക്കയിലേക്ക് പോകുന്നതെന്ന് നിർദ്ദേശം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, യാത്രയോട് അടുക്കുന്ന സമയത്ത്, യാത്ര ഒരുങ്ങാൻ പോകുന്ന സമയത്ത്, അവരുടെ ബസ് വരുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട്, മദീനയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുളിയുടെ ആ സമയത്ത് ഈ നിയ്യത്ത് അവർ മദീനയിൽ വെച്ചുകൊണ്ട് വെക്കണം. അവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊന്നും ഒരു പക്ഷെ ആളുണ്ടാവും എന്ന് വരില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, മദീനയിലെ നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുളിക്കുമ്പോൾ, ഞാൻ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് അവരും ഇറങ്ങുക. പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരും ഈ ഇഹ്റാമിന്റെ കുളി വീട്ടിൽ നിന്ന് കുളിക്കുക. അത് കഴിഞ്ഞു, അപ്പോ കുളി കഴിഞ്ഞു. അതേപോലെ തന്നെ ശരീരത്തിൽ നീക്കേണ്ട രോമങ്ങളെയെല്ലാം നീക്കി, അതേപോലെ നഖം മുറിച്ചു. അത് കഴിഞ്ഞാൽ അടുത്ത ഒരുക്കം എന്നുള്ളത് അവന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക എന്നതാണ്, വസ്ത്രം മാറ്റം നടത്തുക. പുരുഷനാണെന്നുണ്ടെങ്കിൽ അവനിക്ക് ഒരു മുണ്ടും ഒരു മേൽത്തട്ടവും മാത്രം. സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർ ധരിക്കുന്ന ഫർദ, അതുപോലെ തന്നെ അവരുടെ ആ ഫർദക്ക് പുറമെ അതോടൊപ്പം തന്നെ അവരുടെ കാലിൽ ഷോക്സ് നിർബന്ധമാണ്. പല ആളുകളും വരുന്ന സമയത്ത്, നമ്മുടെ കൂടെയൊക്കെ പലരും യാത്ര പോകുന്ന സമയത്ത് അവർ ഷോക്സ് പലപ്പോഴും മറന്നു പോവാറുണ്ട്. അപ്പം നിങ്ങൾ ധരിക്കുന്ന മഫ്ദയും അതേപോലെ തന്നെ നിങ്ങൾ ധരിക്കുന്ന ഫർദയും മതി. ഷോക്സ് നിർബന്ധമാണ്. ഗ്ലൗസ് പറ്റില്ല, അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുകയും ചെയ്യും. അതേപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുളി കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശുക. സുഗന്ധം ഹറാമാണെന്ന് പറഞ്ഞത് ഇഹ്റാമിന് ശേഷമാണ്. നമ്മൾ കുളിച്ചതുകൊണ്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതുകൊണ്ടോ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരായി മാറുന്നില്ല. മറിച്ച് ആ ഉംറയുടെ നിയ്യത്ത് വെക്കുന്നതോടുകൂടെയാണ് നാം ഉംറയിലേക്ക് പ്രവേശിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ സുഗന്ധം പൂശുക എന്നുള്ള സുന്നത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഉംറയ്ക്ക് ഒരാൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അവൻ പാലിക്കേണ്ട 5 മര്യാദകൾ: 1, ശരീരം മൊത്തം ഒന്ന് ക്ലീൻ ആവുക, നീക്കേണ്ട രോമങ്ങളെല്ലാം നീക്കുക, നഖം മുറിക്കുക, അതേപോലെ തന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, വസ്ത്രം ചേഞ്ച് ആക്കുക. ആണിനും പെണ്ണിനും വേണ്ടിയുള്ള വസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിൽ സുഗന്ധം പൂശുക. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇഹ്റാമിനോട് അടുക്കുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാരത്തിന് എന്താ നിയ്യത്ത് വെക്കുക? ഞാൻ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്തല്ല. ഉംറയുടെ 2 റക്അത്ത് ഇനി ആരും പറഞ്ഞു പോവാൻ പാടില്ല. ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുക. ആ നിസ്കാരത്തിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് നിയ്യത്ത് വെക്കാൻ പോവുക. എന്താ നിയ്യത്ത്? നവൈത്തുൽ ഉംറത. അത് ഗവൺമെന്റ് ഹാജിയാണെങ്കിൽ അവർ മദീനയിൽ വെച്ചുകൊണ്ട് നിയ്യത്ത് വെക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്ക് 150 പേർക്ക് ഒരു ഗൈഡ് ഉണ്ട് എന്ന് പറയുമ്പോഴും
150 പേർക്ക് ഗവൺമെന്റ് ഹാജിമാർക്ക് ഒരു ഗൈഡ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ്, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. ഈ ക്ലാസ് ഒന്നിരിക്കൽ ഇവർ ഗവൺമെന്റിൽ അപേക്ഷ കൊടുക്കുമെന്നതിന് ശേഷം അവർക്ക് പോവാൻ അവസരം കിട്ടുകയും ചെയ്യും. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പോലും പങ്കെടുക്കാതെ അങ്ങോട്ട് തള്ളിവിടും. അവിടെ വരും. ഒരിക്കൽ ഞാൻ മക്ക ഹറമിൽ നിന്ന് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഹാജിമാരായിട്ട് വന്ന ഒരു വല്യമ്മയും വല്ലിപ്പയും അവര് ഇന്ത്യയുടെ ആ ബാഡ്ജും ധരിച്ചുകൊണ്ടുള്ള ആ ഒരു ബാഗും എല്ലാം വെച്ചുകൊണ്ട് അവരിങ്ങനെ ഹറമിന്റെ മുമ്പിൽ ആ 1-ാം നമ്പർ ഡോറിന്റെ ഭാഗത്ത് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് മനസ്സിലായത് മലബാരികളാന്നുള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ? അപ്പൊ പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളാ. അവർ ഗവൺമെന്റിൽ വന്ന ആളുകളാ. നിങ്ങളൊരു കാര്യം ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് വന്നവരാ നാട്ടിൽ നിന്ന്. ഇവിടുന്ന് നിയത്ത് വെച്ച് അവിടെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉംറ നിർവഹിച്ചോ? ഉംറ നിർവഹിച്ചു. നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച്. ഇനി അവർ പോകുക, റൂമിലേക്ക് പോകുക. ഉംറ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലെ 2 റക്അത്ത് നിസ്കാരമാണെന്ന് മാത്രം ധരിക്കുകയും ബാക്കിയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഒന്നും അറിയാതെ പോവുകയും ചെയ്ത അനുഭവം എനിക്കുണ്ടായി. മറ്റൊരിക്കൽ സഫാ മർവക്കിടയിൽ ഞാനിങ്ങനെ എന്റെ ഒരു ഹാജിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഉമ്മയും ഉപ്പയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ ഗവൺമെന്റിൽ വന്ന ആളുകളാ. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിന്റെ തകരാറാ. അവിടെ വരിയുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ഇരിക്കുന്നത്? ക്ഷീണിച്ചിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എത്രയായി? 10 കഴിഞ്ഞു, 11ാമത്തിലേക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല. 10 കഴിഞ്ഞു, ഇനി 11, 12, ഇനി 14 വരെ എത്തിക്കേണ്ടതല്ലേ? ഞങ്ങൾ ക്ഷീണിച്ചിരിക്കാം. അപ്പൊ സഅയ് എന്ന് പറഞ്ഞാൽ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുന്നത് ഒരു പ്രാവശ്യവും മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വരുന്നത് 2 വട്ടവും എന്നുള്ള അതുപോലും അറിയാതെ ഗവൺമെന്റിൽ വരുന്ന ചില ആളുകളെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളാ. ഒരുപാട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് നിയ്യത്ത് വെക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഗൈഡ് ഉണ്ടാവില്ല. ഈ നിസ്കാരത്തിന് ശേഷം മദീനയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന ആളുകൾ ഈ നിസ്കാരത്തിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ നിസ്കരിക്കുന്നത് മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ നീങ്ങിയാൽ, മക്കായിലേക്കുള്ള റൂട്ടിൽ 10 കിലോമീറ്റർ നീങ്ങിയാൽ ദുൽ ഹുലൈഫ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ അതിന് അബിയാർ അലി എന്നാണ് അതിന് പേര് പറയുക. ആ അബിയാർ അലിയിൽ വലിയ മനോഹരമായ പള്ളിയുണ്ട്. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മദീനയിൽ നിന്നും മദീനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും മക്കായിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഭാഗമാണ് ദുൽ ഹുലൈഫ. ആ ദുൽ ഹുലൈഫ വഴിയായിരിക്കും നിങ്ങൾ പോവുക. ആ ദുൽ ഹുലൈഫയിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ ബസ് അവിടെ കൊണ്ടുപോയി നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ പള്ളിയിലേക്ക് പോവുക. 2 റക്അത്ത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, സ്വയം പറഞ്ഞാൽ മതി. എന്താ പറയാ? നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇനി ഇത് അറബി പറയാൻ അറിയില്ല എങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തു, ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അല്ലാഹുവേ, നീ എന്നിൽ നിന്ന് സ്വീകരിക്കുകയും നീ എനിക്ക് ഇത് എളുപ്പമാക്കി തരികയും ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം ഇനിയാണ് പ്രധാനപ്പെട്ടത്. ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് പ്രധാനപ്പെട്ട ദിക്ർ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. മറ്റുള്ള അവസരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷേ ഒരു മുഹ്രിമായ ഒരാൾക്ക്, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പ്രധാനപ്പെട്ട ദിക്ർ തൽബിയത്താണ്. തൽബിയത്തിന്റെ രീതി 3 പ്രാവശ്യം തൽബിയത്ത് ചൊല്ലുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതാണ് തൽബിയത്ത്. തൽബിയത്ത് 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 4ാമത്തെ പ്രാവശ്യം ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് ഏത് സ്വലാത്തുമാകാം. പക്ഷേ മക്കയിലേക്ക് വിളിച്ച ഒരാളുണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്തുൽ ഇബ്രാഹിമിയയുണ്ട്. ആ ഇബ്രാഹിമിയ സ്വലാത്താണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലാറുള്ള ആ ഇബ്രാഹിമിയ സ്വലാത്ത്
ഒരു വട്ടം ചൊല്ലുക. അത് കഴിഞ്ഞാൽ 5-ാമത്തെ പ്രാവശ്യം ഒരു ദുആ. ഏതാണ് ആ ദുആ? നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് നിർബന്ധമായും ആവശ്യമുള്ള ഒരു വിഷയമാണ് സ്വർഗം ചോദിക്കൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ. പടച്ചവനെ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നിന്റെ പൊരുത്തവും ചോദിക്കുന്നു. ഞാൻ നിന്നോട് നിന്റെ നരകത്തെ തൊട്ട് കാവൽ തേടുന്നു, അതേപോലെ നിന്റെ ദേഷ്യത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന മനാസിക് പുസ്തകത്തിൽ അതുണ്ടാകും ആ ഒരു പ്രാർത്ഥനയും. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി എപ്പോഴത് അവസാനിക്കുക? ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നിയ്യത്ത് വെക്കലോട് കൂടെ ഒരാൾ തൽബിയത്തിന്റെ സമയമായി. ഇനി തൽബിയത്ത് തന്നെയാണ്. എത്രയാണോ ഇത് വർദ്ധിപ്പിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ടാണ് ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്റെ മഖ്ബൂലിയത്ത്. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? മദീനയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഒരാൾ മക്കയിലേക്ക് ഏകദേശം 450 വരുന്ന കിലോമീറ്റർ ഉണ്ട്. അത്രയും സമയം മക്കയിലേക്കുള്ള യാത്രയിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്ഷീണം വരുന്നതിന് മുമ്പായിട്ട് പരമാവധി ഈ തൽബിയത്തുകൾ വർദ്ധിപ്പിക്കുക. നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളാണെങ്കിൽ അവിടുന്ന് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മക്കയിലേക്ക് എത്തുന്ന ആ ഒരു സമയം വരെ ഏകദേശം ഒരു 10 മണിക്കൂറിലപ്പുറം നിങ്ങൾക്കുണ്ടാകും. കാരണം ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി മക്കയിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം ഒരു 10 മണിക്കൂർ സമയമെങ്കിലും ഇവിടുന്ന് പിടിക്കും. ആ ഒരു സമയം വരെയും വളരെ പ്രധാനപ്പെട്ട ദിക്ർ എന്നുള്ളത് തൽബിയത്താണ്. തൽബിയത്ത് എത്രമേൽ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് ഉണ്ടായിരിക്കും ആ അമലിന്റെ കബൂലിയത്തും ആ അമലും മബ്റൂറായി മാറുന്നതും. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കുറെ ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വലാത്ത് ചൊല്ലുക, അതിനുശേഷം ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റു ദുന്യവിയായ മറ്റൊരു സംസാരവും സംസാരിക്കാതിരിക്കുക പരമാവധി. കാരണം അവനൊരു അമലിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അതുവരെ അനുവദിക്കപ്പെട്ടിരുന്ന ഒട്ടനേകം കാര്യങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കലോടുകൂടെ അവനിക്ക് ഹറാമായി വരും. മുഹറമാത്തുൽ ഇഹ്റാം എന്നാണ് അതിന് പേര് പറയുക. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങൾ അതൊരു അത് ആണിന് സ്പെഷ്യലായി ഹറാമായതുണ്ട്, പെണ്ണിന് സ്പെഷ്യലായി ഹറാമായതുണ്ട്. 2 കൂട്ടർക്കും ഒരുമിച്ച് ഹറാമായ കാര്യങ്ങളുമുണ്ട്. ആ ഹറാമായ കാര്യങ്ങൾ ചെയ്തു പോയാൽ പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതുണ്ട്, പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കപ്പെടാത്തതുണ്ട്, പ്രായശ്ചിത്തം വേണ്ടാത്തതുമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ആ ഹറാമായ കാര്യങ്ങൾ അത് വരാതെ സൂക്ഷിക്കുക. വന്നു കഴിഞ്ഞാൽ അതിന് ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും, ചിലത് ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല, ചിലതിന് ഫിദിയ തന്നെ വേണ്ട. അതേതെല്ലാമാണ് ഹറാമായ കാര്യങ്ങൾ? ഒന്നാമത്തത്, തുന്നപ്പെട്ട വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിക്കുക. അപ്പൊ അവനിക്ക് എന്തേ പറ്റുകയുള്ളൂ? ഒരു മുണ്ടും ഒരു മേൽത്തട്ടവുമേ പറ്റുകയുള്ളൂ. അതല്ലാത്ത ഒന്നും അവനിക്ക് പറ്റുകയില്ല. അപ്പോ തുന്നപ്പെട്ട ഒരു വസ്ത്രം, ഒരാൾ വസ്ത്രം ധരിക്കുക എന്നാണ്. വസ്ത്രം ധരിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുന്നപ്പെട്ട വസ്ത്രം എന്ന് പറയുമ്പോൾ പലരും ഇനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഉസ്താദെ ബെൽറ്റ്. അപ്പോൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളാണ്. അതേപോലെ വാച്ച്, ചെരുപ്പ്, ഇത് വസ്ത്രമല്ല. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ ചോദിച്ച് സമയം കളയാൻ നിൽക്കുകയും വേണ്ട. വസ്ത്രം ധരിക്കുക എന്നാണ് വസ്ത്രം ധരിക്കുക. ഇപ്പൊ ഈ ഷർട്ട് തന്നെ ഇത് തുന്നപ്പെട്ട ഒരു ഷർട്ടാണ്. അതൊരാൾ ഇത് ഊരിയിട്ട് ഇങ്ങനെ തൂളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ധരിക്കലല്ല, വസ്ത്രം ധരിക്കുക, അതും കുഴപ്പമില്ല. വാച്ച് ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ആളുകൾക്ക് ഹവായി ചെരുപ്പ് തന്നെ വേണമെന്ന് ഷാഠ്യം പിടിക്കാറുണ്ട്. ചില ആളുകൾക്ക് അത് ഇടാൻ പറ്റുകയില്ല. പക്ഷേ ചെരുപ്പ് ധരിച്ചാൽ അതൊരു വസ്ത്രമല്ല, അതങ്ങനെ കണക്കാണ് കിട്ടുന്നത്. ചില ആളുകള് പിന്നെ തുന്നപ്പെട്ട വസ്ത്രം പോലെ തന്നെ ഈ ഷഡ്ഡിക്ക് പകരമായിട്ട് വേറെ ചില വസ്തുക്കൾ ഉപയോഗിക്കും. ഈ കൗപ്പീനം എന്നൊരു പേര് പറഞ്ഞൊരു വസ്തുണ്ട്. അത് അനുവദിക്കപ്പെടുമോ അനുവദിക്കപ്പെടുകയോ എന്നുള്ള വിഷയത്തിൽ അത് തുന്നപ്പെട്ടിട്ടില്ല എങ്കിൽ അതിങ്ങനെ ചില ആളിങ്ങനെ ചുറ്റിങ്ങനെ വെക്കുന്നുണ്ട്. കുഴപ്പമില്ല, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ട്രൗസറോ അല്ലെങ്കിൽ ഷഡ്ഡി അതൊന്നും ഉപയോഗിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ബനിയൻ അതൊന്നും ഉപയോഗിക്കപ്പെടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം ഒരാൾ എന്ത് ചെയ്തു? ഞാൻ ഇത് പറഞ്ഞതാണ്. ഇവിടെ ഇത് ഒരാള് മറന്നുകൊണ്ട് ഒരു ഷർട്ട് ഇട്ടുപോയി. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, എടാ നീ ഇഹ്റാമിലല്ലേ, അയാൾ മറന്ന് ധരിച്ചതാണ്, അവിടെ അയാൾക്ക് എന്ത് ചെയ്യണ്ട? പറ. മറന്ന് ചെയ്തത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യണ്ട? അയാൾ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ബോധപൂർവം ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാലോ അയാൾക്ക് അതിന് ഫിദിയ കൊടുക്കുകയും വേണം. അപ്പോൾ എന്താ ഫിദിയ എന്നുള്ളത് പിന്നീട് ഞാൻ പറയും. രണ്ടാമത്തത്, പുരുഷനാണെങ്കിൽ തല മറക്കാൻ പാടില്ല. അത് തൊപ്പിയോ അല്ലെങ്കിൽ തലേക്കെട്ടോ അതല്ലെങ്കിൽ വേറെ തല മറക്കുക എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തു അവിടെ വെച്ചാൽ പോലും അത് മറക്കുക എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ അത് മറക്കൽ തന്നെയാണ്, ഹറാമാണ്, പാടില്ല.
ഇവിടെ ഇങ്ങനെ ഈ തൊപ്പി ധരിച്ചിങ്ങനെ നന്നായി പരിചയമുള്ള ഒരാൾ ഇഹ്റാമിലായിരിക്കെ വെറുതെ പെട്ടെന്ന് ഒരു തൊപ്പിയാണ് വെച്ച് പോയി. അപ്പോഴാണ് അവളത് കണ്ടത്. അയ്യോ, വലിയൊരു തെറ്റാ നീ ചെയ്തെന്ന് പറഞ്ഞാൽ അയാളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. അയാൾ മറന്ന് അത് മാറ്റി വെക്കെന്ന് പറഞ്ഞാൽ മതി. അയാൾ എന്ത് ചെയ്യണ്ട? ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഒരാൾ മറന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇനി ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫിദിയ കൊടുക്കുകയും വേണം. രണ്ടാമത്തത്, ആണിനായാലും ശരി പെണ്ണിനായാലും ശരി, രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ഹറാമായ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് തലയിൽ നിന്നും താടിയിൽ നിന്നും രോമങ്ങൾ നീക്കുക. ഇസാലത്ത് എന്ന് പറഞ്ഞാൽ നീക്കുക എന്നുള്ളതാണ്, നീങ്ങലല്ല. നീങ്ങിയാൽ പ്രശ്നമല്ല. മനസ്സിലാകുന്നുണ്ടോ? നീങ്ങിയാൽ പ്രശ്നമില്ല, നീക്കിയാൽ പ്രശ്നമാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മള് ഒരു പെണ്ണ് ഇഹ്റാമിലായി ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ ഒരു സഹോദരൻ ഇവിടുന്ന് ഇഹ്റാമിലായിട്ട് പോയി, ഫ്ലൈറ്റിലിരിക്കുന്ന സീറ്റിൽ അല്ലെങ്കിൽ അവളുടെ സീറ്റിലായിട്ട് ഒരു മുടി അവിടെ നീളത്തിൽ കണ്ടു. അവിടെ വസ്വാസം നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ വസ്വാസം ഉണ്ടാക്കാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് അവൾ നീക്കിയിട്ടില്ല. അതേസമയം ചില ഇമാം നബവി തങ്ങളെ പോലത്തെ മഹാന്മാർ പഠിപ്പിക്കുന്നു, വയഹറുമുൽ മസ്തു, ചീർപ്പ് കൊണ്ട് മുടി ചീകൽ ഹറാമാണ്. ഒരാൾ മുടി ചീകിയതിന് ശേഷമാണ് അവിടെ മുടി നീങ്ങിയതെങ്കിൽ അവിടെ ഫിദിയ കൊടുക്കണം, കാരണം അവൻ നീക്കിയതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇരുന്ന ഭാഗത്ത് അവിടെ മുടി കാണുന്നുണ്ട്, അതിനൊന്നും ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മറന്നിട്ട് പോയാൽ അല്ലെങ്കിൽ അവൻ അറിയാതെ സംഭവിച്ചു പോയാലൊന്നും അതിന് ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇതൊക്കെ ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഹറാമാകും. അതേപോലെ തന്നെ ഫിദിയ കൊടുക്കുകയും വേണം. നീട്ടിപ്പരത്തിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ പെണ്ണുങ്ങൾ മുഖം മറക്കുക, അതുപോലെ തന്നെ അവരുടെ മുൻകൈ മറക്കുക. ഇഹ്റാമിലായി കഴിഞ്ഞാൽ പറയുന്നുണ്ട്, മുഖം മറക്കുക, മുൻകൈ മറക്കുക, അത് പാടില്ല. ഇഹ്റാമിലാകുമ്പോൾ തുറന്നിടണം. മാസ്കിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, മാസ്ക് ഇപ്പോഴത്തെ ശാഫിഈ മദ്ഹബ് പ്രകാരം മാസ്ക് ധരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതേസമയം ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാർ ഈ വിഷയം വന്നപ്പോൾ, കൊറോണ സംബന്ധമായ വിഷയങ്ങൾ വന്നപ്പോൾ, ലറൂറത്തിന്റെ ഘട്ടമായതുകൊണ്ട് അത് മാസ്ക് ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് സൗദി പണ്ഡിതന്മാർ ഈ അടുത്ത കാലത്തൊക്കെ അവർ ഫത്വ കൊടുത്തിട്ടുമുണ്ട്. അത് അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ആ നാടിന്റെ സിസ്റ്റം, അതിന്റെ നിയമം അങ്ങനെ ആയതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചു പോയാൽ അതിന് കുഴപ്പം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. കാരണം മാസ്ക് ധരിച്ചിട്ടില്ല എങ്കിൽ അങ്ങോട്ട് കടത്തുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നെങ്കിൽ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുഗന്ധ പൂശുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ മറന്ന് സംഭവിച്ചു പോയാൽ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. മനഃപൂർവ്വമാണെങ്കിൽ ഇതിനൊക്കെ ഫിദിയ കൊടുക്കുകയും വേണം. തലയിൽ നിന്ന് മുടി നീങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അതിന്റെ ഫിദിയ. ഒരു മുടിയാണ് നീങ്ങിയത് എങ്കിൽ അതിൽ മക്ക ഹറമിലെ മിസ്കീന്മാർക്ക് 600 ഗ്രാം ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കണം. ഒരു മുദ്ദ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ചുകൊണ്ട് ഒരു പക്ഷേ 700, 750, 800 വരെ ആകും. 800 കൊടുക്കുന്നതാകും ഒരു പക്ഷെ നന്നത്. കാരണം ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 800 മില്ലിഗ്രാം ഭക്ഷണം കൊടുക്കുക. അരി ഭക്ഷണമാണെങ്കിൽ അതെന്താണെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. 2 പോയാൽ, 2 മുടി കൊഴിഞ്ഞു പോയാൽ വീണ്ടും അങ്ങനത്തെ ഒരു 800 മില്ലി കൂടി മക്ക ഹറമിലെ മിസ്കിന്മാർക്ക് കൊടുക്കണം. 3 അതിൽ അധികമോ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ ഫിദിയയാണ് കൊടുക്കേണ്ടത്. ഒരാടിനറുത്ത് കൊടുക്കണം. ഒരാടിനറുത്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പൂർണ്ണമായൊരു ഫിദിയ. ഇനി ആടറുത്ത് കൊടുക്കാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിൽ, അതാണ്, അത് കഴിയില്ല എങ്കിൽ 3 നോമ്പെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിൽ സഹോദരിമാർ ആരെങ്കിലും പോകുന്ന ആൾക്ക് ഈ കൂട്ടത്തിലുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇത് പറയാൻ വിട്ടുപോയൊരു വിഷയമാണ്. ഇഹ്റാം ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മെൻസസ് പീരീഡുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പീരീഡുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഒരു വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് ഗുളികയോ മറ്റോ കഴിച്ചുകൊണ്ട് തന്നെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ എങ്ങനെ നിയന്ത്രിച്ചിട്ടും ഒരേ സമയം ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പീരീഡിലായി കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഇഹ്റാമിന്റെ സുന്നത്തായ കുളി കുളിക്കണം. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇഹ്റാമിന്റെ സുന്നത്തായ കുളി കുളിക്കണം. നിയ്യത്ത് വെച്ചു തരുന്ന സമയത്ത് ഉംറയുടെ ഇഹ്റാമിന്റെ നിയ്യത്ത് നിങ്ങൾ വെക്കുകയും വേണം. മക്ക ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് ഹറാമായൊരു വിഷയം വരികയുള്ളൂ. ഒരു മുഹറം ഇഹ്റാം ചെയ്ത ഒരു പെണ്ണിനിക്ക് അനുവദിക്കപ്പെടാത്ത 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹജ്ജിലാവട്ടെ ഉംറയിലാവട്ടെ. അതേതാ? 1 തവാഫ് ചെയ്യലും 2 റക്അത്ത് നിസ്കാരവും. അതല്ലാത്ത മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിരീഡിന്റെ സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങുന്ന സമയത്ത് ഇഹ്റാമിന്റെ കുളി കുളിക്കണം. പോകുന്ന സമയത്ത് ഇഹ്റാമിന്റെ നിയ്യത്ത് വെക്കണം, ഉംറയുടെ നിയ്യത്തും വെക്കണം. ഉംറയുടെ നിയ്യത്ത് നിങ്ങൾ വെക്കാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾ ഒരാടിനറുത്ത് കൊടുക്കൽ നിർബന്ധമായി വരും നിങ്ങൾക്ക്. എന്തുകൊണ്ട്? ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകൾ ഉണ്ട്. ഇതൊക്കെ പരത്തി പറയാൻ പറ്റുന്ന ഒരു സമയമല്ലാത്തത് കൊണ്ടാണ്. ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകൾ ഉണ്ട്. ആ മീഖാത്തിൽ വെച്ചുകൊണ്ടോ അഥവാ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, ഹറമിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആരാധന നുസുക്ക് ഉദ്ദേശിച്ചുകൊണ്ട്, ഈ ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ അമൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മക്കയിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പുള്ള മീഖാത്തിൽ വെച്ചുകൊണ്ട് അവൻ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യണം. 5 മീഖാത്തുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ദുൽഹുലൈഫ, യലംലം, ഖർനുൽ മനാസിൽ, ദാത്തു ഇർഖ്, ജുഫ. യലംലം എന്നുള്ള പ്രദേശം അതാണ് ഇന്നതിന് സൗദിയ എന്നതിന് പേരുള്ളത്. സൗദിയ എന്ന പേര്, അല്ലെങ്കിൽ അല്ലൈസി എന്ന് കാണാം. ജിസാനിലേക്ക് പോകുന്ന വഴിയാണത്. അത് കാണാൻ കഴിയും. ജിസാൻ റോഡിൽ, ആ റോഡിലാണുള്ളത് അല്ലൈസ്. പഴയ കാലങ്ങളിൽ കപ്പൽ മാർഗം ഹജ്ജിന് വേണ്ടി പോയിരുന്ന ആളുകളൊക്കെ ഇഹ്റാം ചെയ്തിരുന്ന ഭാഗമാണ് യലംലം. ഇന്ന് യലംലം എന്നുള്ള പേരില്ല, അല്ലൈസി എന്നാണ് അതിന്റെ പേരുള്ളത്, അല്ലെങ്കിൽ സൗദിയ എന്നും പറയും. അതാണ് അതിന്റെ പേരുള്ളത്. രണ്ടാമത്തത്, നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന കാലിക്കറ്റിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാവട്ടെ പോകുന്ന വിമാനങ്ങളെല്ലാം തന്നെ പോകുന്നത് ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ത്വായിഫിനോടടുത്തുള്ള മീഖാത്തിന്റെ മുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് എവിടെ വെച്ചുകൊണ്ട്? ഖർനുൽ മനാസിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യണം. നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി അവിടെ ഇറക്കി തരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ മീഖാത്തിൽ ഇറങ്ങാൻ കഴിയില്ല എങ്കിൽ മീഖാത്തിലേക്ക് എത്തും മുമ്പ് അത് എവിടെ വെച്ചുകൊണ്ടും ആവാം. ഫ്ലൈറ്റിൽ വെച്ചാവാം, എയർപോർട്ടിൽ വെച്ചുകൊണ്ടാവാം, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ടും ആവാം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഒരു മെൻസസ് പീരീഡ് ഉള്ള ഒരു പെണ്ണ്, എനിക്ക് മെൻസസ് അല്ലേ, ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുന്നില്ല, പക്ഷെ പോകുന്നതോ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയാണ്, എന്നാൽ മീഖാത്ത് കടന്ന് അവൾ വിട്ടുപോയി കഴിഞ്ഞാൽ, ഇഹ്റാമിന്റെ നിയ്യത്ത്, ഉംറയുടെ നിയ്യത്ത് വെക്കാതെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാതെ അവൾ വിട്ടുപോയി കഴിഞ്ഞാൽ പകരം ആടിനറുത്ത് കൊടുക്കൽ അവൾക്ക് നിർബന്ധമായി വരും. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഇതുകൂടെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹറാമായ കാര്യം ഇസാലത്തുൽ ലഫ്രി, നഖം നീക്കലാണ്. നഖം വെട്ടാൻ പാടില്ല. അപ്പോ ചില ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നഖം മുറിച്ചപ്പോൾ ഒരു നഖത്തിന്റെ ഒരു തെല്ലിങ്ങനെ നിൽക്കുന്നുണ്ട്, അത് അവനിക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പറിച്ചു കളയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ സഹീഹായ ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതായത് സഹീഹ് എന്ന് പറഞ്ഞാൽ മുറിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ട്, മുറിഞ്ഞൊരൽപ്പം നിൽക്കുന്നുണ്ട്, മുറിയാത്തൊരു ഭാഗമുണ്ടെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന ആ ഭാഗം എടുത്ത് കളയാം, മുറിയാത്ത ഭാഗത്തിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അത്ര വരെ സൂക്ഷ്മമായ രീതിയിൽ മഹാന്മാരെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹറാമായ മറ്റൊരു കാര്യം നിക്കാഹ്. ആ നിക്കാഹ് ഭാര്യ, ഭർത്താവ്, വലിയ 3 രീതിയിലായാലും ശരി, അതിന് വലിയായി നിൽക്കുന്ന ആളായാലും ശരി, അല്ലെങ്കിൽ വലിയ സൗജായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, സൗജത്തായി നിൽക്കുന്ന ആളാണെങ്കിലും ശരി, അത് ആ സമയത്ത് പാടില്ല. അതേപോലെ തന്നെ ജിമാ, ഭാര്യ ഭർത്ത സംസർഗത്തിൽ ഏർപ്പെടുക. ഇതിൽ ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടാത്തൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ പറഞ്ഞ ജിമാ എന്നുള്ളത്. വലിയ ഫിഖിന്റെ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും കടക്കാൻ ഉദ്ദേശിക്കുക സമയമില്ലാത്തത് കൊണ്ടാണ്. ജിമാ എങ്ങാനും അത് ഇപ്പൊ ഇത്രയും പറഞ്ഞ വിഷയങ്ങൾ ഉംറയുടെ തവാഫിനും ഹജ്ജിന്റെ തവാഫിനും എല്ലാം ബാധകമാണ്. ഈ ഇഹ്റാമിലായിരിക്കെ ഒരാൾ തന്റെ ഭാര്യയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹജ്ജിന്റെ അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഹജ്ജ് അവൻ പൂർത്തീകരിക്കണം. അതങ്ങനെ പൂർത്തീകരിക്കുകയും വേണം. രണ്ടാമത് അടുത്ത വർഷം വന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? വീണ്ടും ആ ഹജ്ജ് രണ്ടാമത് ഖളാ വിട്ടുകയും വേണം. മൂന്നാമത്തത് ഫിദി കൊടുക്കും വേണം ഹജ്ജിലാണെന്നുണ്ടെങ്കിൽ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊണ്ടൊന്നും പരിഹാരമാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഹറാമായ, ഉംറക്കും ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഹറാമായ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരാൾ, ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ അവരെന്ത് ചെയ്തു? മദീനയിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, അവരിങ്ങനെ പോവുകയാണ് മക്കയിലേക്ക്. പ്രൈവറ്റിൽ പോകുന്ന ആളുകൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, ഇനി അവർ പോവുകയാണ്. അവർ ജിദ്ദയിലെത്തി, എല്ലാം കഴിഞ്ഞു, അവർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനിയാണ്
ഉംറയുടെ രണ്ടാമത്തെ ഫർളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഫർള് തവാഫ് ചെയ്യലാണ്. ആ തവാഫ് എങ്ങനെയെങ്കിലും തവാഫ് ചെയ്താൽ പോരാ, ഏതാനും 8ഓളം വരുന്ന കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് നിയ്യത്ത് വെക്കുക. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഉംറയുടെ ഗവൺമെന്റ് ഹാജിമാരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവൻ എന്ത് ചെയ്തു? റൂമിൽ അവന്റെ ലഗേജുകളൊക്കെ വെച്ചു, എല്ലാം റെഡിയാക്കി. ഇനി അവൻ നീങ്ങുകയാണ്, മക്ക ഹറമിലേക്ക് നീങ്ങുകയാണ്. അവിടെയൊക്കെ പറയേണ്ട ഒരുപാട് വിഷയങ്ങളാ. മക്ക മസ്ജിദുൽ ഹറാമിലേക്ക് നീങ്ങുകയാണ്. മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്തേക്ക് അവൻ എത്തുകയാണ്. അവൻ മസ്ജിദുൽ ഹറാം കാണുകയാണ്. ആ മസ്ജിദുൽ ഹറാം കാണുന്ന സമയത്ത് തന്നെ അവന്റെ കണ്ണിൽ കണ്ണുനീര് വരും. പ്രിയപ്പെട്ടവരെ, അവനെങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൂണുകൾക്കിടയിലൂടെ കറുത്ത പുതപ്പും പുതച്ചുകൊണ്ട് നിൽക്കുന്ന കഅബാലയം അവനിക്ക് കാണാൻ കഴിയും. പക്ഷേ ആ സമയത്ത് നോക്കാൻ പാടില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. തല താഴ്ത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് ഒരു മേൽക്കൂരയില്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, കഅബാലയം പൂർണ്ണമായി കാണുന്ന ഒരു അവസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കഅബയിലേക്ക് അവൻ നോക്കിയ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവൻ ദുആ ചെയ്യുക. എന്താണ് ഒരു മനുഷ്യൻ കഅബാലയം തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ആദ്യമായി കാണുന്ന സമയത്തുള്ള ദുആ എങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദുആയെല്ലാം കഴിഞ്ഞും ഇനി അവൻ തവാഫിലേക്ക് നീങ്ങുന്ന സമയത്ത് 8 നിബന്ധനകൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഉംറയുടെ നിർബന്ധമായ തവാഫിനെ കഅബാലയം 7 പ്രാവശ്യമായി ചുറ്റുവാൻ ഞാൻ കരുതി എന്ന് മലയാളത്തിൽ. അറബിയിലാണെങ്കിൽ നവൈതു തവാഫൽ ഉംറതി സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല. ഉംറയുടെ നിർബന്ധമായ തവാഫ് കഅബാലയത്തെ 7 പ്രാവശ്യമായി ചുറ്റുവാൻ ഞാൻ കരുതി എന്നുള്ള നിയ്യത്ത് വെക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്. കുംഭയുള്ള ആണുങ്ങളാണെങ്കിൽ ഔറത്ത് വെളിവാകുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. സഹോദരിമാരാണെങ്കിൽ ഒരു മുടി പോലും പുറത്തു വരാതെ സൂക്ഷിക്കണം. സഹോദരിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് ത്വഹാറത്ത്, ഉളു ഉണ്ടാവണം, ശുദ്ധി ഉണ്ടാവണം. ഉളു നിർബന്ധമാണ്. അവിടെയൊക്കെ മസാലകളുണ്ട്. ഉളു മുറിഞ്ഞു പോയാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് അവസാനം സമയം കിട്ടുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നാളെ നിങ്ങൾ അവിടെ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് വരിക. നാലാമത്തത് ഇബ്തിദാഉ മിൻ ഹജറുൽ അസ്വദി, ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ആരംഭിക്കുക. കഅബാലയത്തിന് 4 മൂലയാണല്ലോ ഉള്ളത്. ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂല, പിന്നീട് റുക്നുൽ ഇറാഖി, പിന്നീട് റുക്നു ശാമി, അടുത്തത് റുക്നുൽ യമാനി. ഇങ്ങനെ 4 മൂലകളാ. റുക്നുൽ യമാനി, ഹജറുൽ അസ്വദ്, റുക്നുൽ ഇറാഖി, റുക്നു ശാമി. ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിന്റെ ആ പോയിന്റിൽ നിന്നാണ് തവാഫ് അവൻ ആരംഭിക്കേണ്ടത്. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തത് ഫിൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാവുക. അപ്പൊ മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് തവാഫ് ചെയ്ത ആ തവാഫ് ശരിയാവില്ല. ആറാമത്തത് ശരീരം മുഴുവനും കഅബയുടെ പുറത്താവുക. അത് പറയാനുള്ള കാരണം എന്താണ്? കഅബാലയത്തിന്റെ ഇപ്പൊ ഏതായാലും നിങ്ങൾ പുറത്ത് തന്നെ ആകുകയുള്ളൂ. കാരണം അവിടെ വളച്ചു കെട്ടിയിരിക്കുന്ന ആരും കഅബയുടെ അടുക്കിലേക്ക് എത്തുകയില്ല. കഅബയുടെ അടുത്തുകൂടെ തവാഫ് ചെയ്യലാണ് ആണുങ്ങൾക്കുത്തമം, അകന്നുകൊണ്ട് തവാഫ് ചെയ്യലാണ് പെണ്ണുങ്ങൾക്കുത്തമം. ഒരാൾ അടുത്ത് തവാഫ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കഅബ നിൽക്കുന്നതിന് അടിഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഷാദിർവാൻ എന്നതിന് പേര് പറയാം. അതിന്റെ തിണ്ടെന്നോ അതിന്റെ തട്ട് നിന്ന് നിങ്ങൾ പേര് പറയും. എന്തിനു പറയാ? തിണ്ടെന്നല്ലേ പറയാ? തിണ്ണ, ഷാദിർവാൻ. ഏതായാലും ശരി, ഒരു മുഴത്തിന്റെ 2 ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അത് സത്യത്തിൽ ആ കഅബയുടെ ഭിത്തിക്ക് പുറത്താ നിൽക്കുന്നത്. അതുവഴി ഒരാൾ തവാഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ പോലും ആ ഷാദിർവാന്റെ ഭാഗത്തേക്ക് എത്തിയിട്ട് ആ തവാഫ് ചെയ്യുന്നതെങ്കിൽ, അടുത്തുകൂടെ തവാഫ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ തവാഫ് ശരിയാവുന്നതല്ല. അതേപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കഅബയുടെ ഒരു ഭാഗം ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ വളച്ചു കെട്ടിയൊരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് ചരിത്രം വലിയതാണ്. അതൊക്കെ കഅബയിൽപ്പെട്ട ഭാഗമായിരുന്നു. പിന്നീട് അതിനെ മാറ്റിയതാണ്. അതൊക്കെ ഏത് കാലമാണൊക്കെ ചർച്ചയിലാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും അത് ഇതിലേക്ക് ചേർത്താൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇപ്പൊ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞതാണ്. അത് ചരിത്രമൊക്കെ വലിയ വിഷയമാണ്. ഒരാൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ മുകളിലൂടെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തവാഫ് ശരിയാവില്ല. എന്തുകൊണ്ടെന്നാൽ കഅബയുടെ ഉള്ളിലായി അവൻ.
ഇനി തവാഫ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടി ഒരാൾ ഹിജറുൽ ഇസ്മായിന്റെ ഉള്ളിലേക്കാണ് ചാടി, എന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്താലും ആ തവാഫ് ശരിയാകുന്നതല്ല. അപ്പൊ ശരീരം മുഴുവനും കഅബയുടെ പുറത്താവണമെന്നുള്ളതാണ്. അടുത്തത്, തവാഫ് ചെയ്യുന്നവന്റെ ഇടത്ത് ഭാഗത്ത് കഅബയും വലത് ഭാഗത്ത് മസ്ജിദുൽ ഹറാം ആവുക എന്നുള്ളതാണ്. ഇടത് ഭാഗത്താവുക, കഅബ ഇടത് ഭാഗത്താവുക. ഒരു ഘട്ടത്തിൽ പോലും തവാഫിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഫ്രണ്ട് ഭാഗം കൊണ്ടോ വലത് ഭാഗം കൊണ്ടോ കഅബയിലേക്ക് തിരിയാൻ പാടില്ല. അങ്ങനെ തിരിഞ്ഞു പോയാൽ ആ റൗണ്ട്, ആ കറക്കം അത് ബാത്തിലാക്കുന്നതാണ്. എവിടെ വെച്ചുകൊണ്ടാണോ അങ്ങനെ തിരിഞ്ഞതെങ്കിൽ ആ തിരിഞ്ഞതിന്റെ ഒരൽപ്പം ബാക്കിലേക്ക് വരിക, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും അഹ്വത്തും അഫ്ളലും അൽ ഇസ്തിനാഫു, ആദ്യം മുതൽക്ക് തന്നെ നിനക്ക് തുടങ്ങി കൊണ്ടുവരലാണ് എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. ആ കറക്കത്തിൽ, ആ ഒരു കറക്കത്തെ വീണ്ടും തുടക്കത്തിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഏതായാലും ശരി, അടുത്തത് 7 പ്രാവശ്യമാവുക എന്നുള്ളത്, ഇതാണ് 8ാമത്തത്, 7 പ്രാവശ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ മക്കയിലേക്ക് എത്തിയ ഒരാൾ, നിങ്ങളൊക്കെ ഇഹ്റാമിലായിട്ട് മക്കയിലേക്ക് എത്തി, ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തി, പള്ളിയിൽ കയറിയാൽ മസ്ജിദുൽ ഹറാമിലേക്ക് കയറിക്കഴിഞ്ഞാൽ എല്ലാ പള്ളിയിലേക്ക് കയറിയാലും 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്താണ് പ്രധാനം. പക്ഷേ ഏത് ഘട്ടത്തിലും മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല സുന്നത്ത് നിസ്കാരമല്ല, പിന്നെ എന്താണ്? തവാഫ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ ഇഹ്റാമിലായി പ്രവേശിച്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടത് നിർബന്ധമായിരുന്നു തവാഫ് ചെയ്യല. നിങ്ങൾ മസ്ജിദുൽ ഹറാമിലൂടെ വന്നു, കഅബാലയത്തിന്റെ മത്താഫിന്റെ ഭാഗത്തേക്ക് എത്തി, തവാഫ് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നേരെ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് വരിക. അപ്പൊ ഇതാണ് ആ മൂല എങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തുക. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? പറ. ഉംറയുടെ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അറബിയിൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നവൈതു തവാഫൽ ഉംറത്തി സബ്അത അശ്വാത്തിൽ ലില്ലാഹി തആല എന്ന് പറഞ്ഞിട്ട് ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് നേരിട്ട് നിൽക്കുക. എന്നിട്ട് നീ 2 കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക, ആ കൈ ചുംബിക്കുക. വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക, കൈ ചുംബിക്കുക. വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കൈ ചുംബിക്കുക. ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്. മനസ്സിലായില്ലേ? തവാഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട ഒറിജിനൽ രീതി അതാണ്. നേരെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് വരിക, അവന്റെ ആ മുഖത്തെ ഹജറുൽ അസ്വദിന്റെ ഉള്ളിലേക്ക് വെക്കുക, ചുംബിക്കുക, നേരെ പുറത്തേക്ക് ചാടുക. എന്നിട്ട് തവാഫ് ഇങ്ങനെ 1ാമത്തെ കറക്കം വരിക. ഇവിടെ എത്തിയാൽ വീണ്ടും പറ, മുഖം അതിലേക്ക് വെക്കുക. അതിന് ഒരു പക്ഷേ സൽമാൻ രാജാവ് ആവേണ്ടി വരും. ഇതാണ് 1. 2 പറ്റോ? 2ാമത്തേതാ? ഇനി ഒരാൾ മുഖം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, 2ാമത്തെ രീതിയാണ് അതിന്റെ ഉള്ളിലേക്ക് പറ കയ്യണ് വെക്കുക, ആ കയ്യിനെ ചുംബിക്കുക. ബിസ്മില്ലാഹി അല്ലാഹു കൈ വെക്കുക, ചുംബിക്കുക, കൈ വെക്കുക, ചുംബിക്കുക എന്നിട്ട് പറ. ഇത് പറ്റോ? ഇതും പറ്റില്ല. പറ്റാവുന്ന ഒന്നേതാ? എവിടെ നിന്നായാലും പറ്റുന്ന, എത്ര അകന്നായാലും പറ്റാവുന്ന ഒന്നാണ്. അതിന് നേരെ ഈ ഹജറുൽ അസ്വദിന് നേരെ സൂത്രത്തിലായി മസ്ജിദുൽ ഹറാമിന്റെ ഭിത്തിയിൽ ഒരു പച്ച ട്യൂബ് കൊണ്ട് ഇങ്ങനെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് അത് മുഴുവൻ സമയവും അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അത് കണ്ട മനസ്സിലാക്കാതെ ഹജറുൽ അസ്വദിന്റെ നേരെയാണെന്ന്. അപ്പൊ അവിടെ എത്തിയാൽ നേരെ കാബയുടെ ഭാഗത്തേക്ക് തിരിയുക, ഹജറുൽ അസ്വദിന്റെ പോയിന്റിലേക്ക് തിരിയുക, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് 3 വട്ടം പറയുക, അങ്ങനെ ചുംബിക്കുക, എന്നിട്ട് നേരെ പോരുക. ഇതാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരാ. അങ്ങനെ പോന്നതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ബിസുന്നത്തി നബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയിട്ടുള്ള വലിയ ഒരു ദുആ ഉണ്ട്. അത് ആ പുസ്തകത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതിലിങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ വരിക. ഇവിടെ എത്തിയാൽ വീണ്ടും ഹജറുൽ അസ്വദിന്റെ പോയിന്റിലേക്ക് തിരിയുക, ബിസ്മില്ലാഹി അല്ലാഹു. ഇനി ഒരാൾക്ക് പോയിന്റിലേക്ക് തിരിയുന്ന സമയത്ത് അയാൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഫ്രണ്ട് ഭാഗം കൊണ്ട് അങ്ങോട്ട് തിരിയുമെന്നുള്ള സംശയം. തിരിയണ്ട, നേരെ അങ്ങനെ നിന്നാൽ മതി. ബിസ്മില്ലാഹി അല്ലാഹു എന്നിട്ട് ഇങ്ങനെ പോയാൽ മതി. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ അമൽ വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഇതിന് ഇടയിൽ വെച്ചുകൊണ്ട്, തവാഫ് ചെയ്യുന്നതിന് ഇടയിൽ വെച്ചുകൊണ്ട് ഫർള് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഫർളിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഏത് റൗണ്ടിലാണോ അവൻ എത്തിയതെങ്കിൽ ആ റൗണ്ടിൽ വെച്ചുകൊണ്ട് അവനെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ നിസ്കാരത്തിൽ പങ്കെടുക്കുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം
അവൻ ആ പോയിന്റിൽ നിന്ന് ഒരല്പം കൂടി ബാക്കിലേക്ക് നീങ്ങിയിട്ട് ആ റൗണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുക. അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റൗണ്ട് കൂടി എക്സ്ട്രാ കൊണ്ടുവന്നുകൊണ്ട് അത് 8 ആവാം, പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനാസ നിസ്കാരത്തിന് വേണ്ടിയോ മറ്റോ ഒന്നും തന്നെ തവാഫ് മുറിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടിയും തന്നെ മുറിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വലിയ മസലകൾ ആൾക്കാർ ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ സുന്നത്തായ ചില വിഷയങ്ങളുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത് സുന്നത്തായ ചില വിഷയങ്ങൾ. ഒന്നാമത്തെ തന്നെ നടക്കാൻ കഴിവുള്ള ആള് നടക്കുക, അവൻ വീൽ ചെയറിനെ ആശ്രയിക്കാതിരിക്കാൻ അർത്ഥം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. മൂന്നാമത്തത് റുക്കുനുൽ യമാനിയുടെ ഭാഗമെത്തിയാൽ, ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പുള്ള മൂലയാണ് റുക്കുനുൽ യമാനിയുടെ മൂല. ആ റുക്കുനുൽ യമാനിയെ ഇസ്തിസ്ലാം ചെയ്യുക, കൈ കൊണ്ട് അതിനെ തൊട്ടുകൊണ്ട് അതിനെ ചുംബിക്കുക എന്നുള്ളതാണ്. കൈ കൊണ്ട് അതിനെ തൊട്ടുകൊണ്ട്, അതൊന്നും ഇപ്പം നമുക്ക് പ്രായോഗികമല്ല, നടക്കാത്ത വിഷയം, പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ മറ്റൊന്ന് മുവാലാത്ത്, അതായത് തുടർച്ചയായി ചെയ്യുക. ഒരു തടസ്സമല്ല, ഒരു പ്രശ്നമല്ല. ഒരു 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം ഒന്ന് ഇരുന്ന് പിന്നെ ആ ക്ഷീണമൊക്കെ മാറ്റി, അങ്ങനെയല്ല. അത് 7 കറക്റ്റായി തുടർച്ചയായി ചെയ്യുക. അതേപോലെ തന്നെ അതിനിടയിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട ദുആകൾ കൊണ്ടുവരിക, ഭക്തിയോടുകൂടെ ചെയ്യുക. ഞാൻ പറയട്ടെ, 15ഓളം വരുന്ന ആ സമയങ്ങളിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയപ്പെട്ടതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ തവാഫ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ഇത് നിസ്കാരം തന്നെയാണ്. ഇല്ല അന്നക്കും തതകല്ലമൂന ഫീ എന്ന് റസൂൽ പറയുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ട്. ഇതൊരു നിസ്കാരം പോലത്തെ ഇബാദത്ത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. സംസാരിക്കാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട്, ഹലോ, ഞാൻ ഇപ്പൊ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ, അവിടെ കഞ്ഞി കുടിച്ചാ, ചായ കുടിച്ചാ, എന്താ നിങ്ങൾക്ക് അറിവ് അടിച്ച് മീൻ കിട്ടിയോ? ഇതൊന്നും പാടില്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ അവൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ആ വിഷമത്തിൽ ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇപ്പൊ തവാഫിലേക്ക് കടന്നതൊന്നും പറയാൻ പാടില്ല. കാരണം എല്ലാം ഒഴിവാക്കുക, മൊത്തം ഒഴിവാക്കുക. ദുനിയവിയായ മുഴുവൻ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, മബ്റൂറായ ഹജ്ജും ഉംറയും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയൊക്കെ എടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് കുറച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് പോകുന്നതിന് സ്വർഗം കൊടുക്കാൻ പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഹദീസ് ഇമ്പോർട്ടന്റ് ആണ്. അൽ ഹജ്ജുൽ മബ്റൂറുന, മബ്റൂറായി മാറണം. അതിനൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സൂക്ഷിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും സൂക്ഷിക്കാന്നില്ല. അതേപോലെ തന്നെ ഇതിൽ സുന്നത്തായ മറ്റൊരു കാര്യം ആണുങ്ങൾക്ക് ഇളുത്തിബ ആണ്, പൂണൂല് ധരിക്കലാണ്. പൂണൂല് ധരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വലത്തെ ചുമൽ ഭാഗം തുറന്നിടുക. ആ കക്ഷത്തിന് ഇടയിലൂടെ ഞാൻ ഒന്ന് കാണിച്ചു തന്നെ തരാം. ഇതാ കണ്ടോ, ഇതാണ്. ഇങ്ങനെ അവന്റെ മേൽത്തട്ടത്തെ വലത്തെ കൈയിന്റെ വലത്തെ കക്ഷത്തിന്റെ ഇടയിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഇതെങ്ങനെ കണ്ടോ, ഇവിടെ തുറന്നു കിടക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടിടും ചെയ്യാം. കണ്ടോ, ഇതാണ് ഇൽത്തിബ. ഇത് സുന്നത്താണ്. ഇത് സഅയിന്റെ വേളയിൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് സമയം കിട്ടുമെങ്കിൽ പറയും. ഞാൻ അത് സഅയി വല്ലാതെ വിശദീകരിക്കാൻ നിൽക്കില്ല. സഅയിൽ തവാഫിന്റെ അത്ര കണ്ട് പ്രബലമായ സുന്നത്തില്ല, എന്നാലും സുന്നത്താണെന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുഹിബ്ബത്ത് ബിരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസും അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലുത്തബിഅൻ ഫിസ്സഅയി, സഅയി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൂണൂല് ധരിച്ച അവസരത്തിൽ ഞാൻ കണ്ടു. ഫി ബുർദത്തിൻ നജറാനിയ, ഒരു നജറാനിയ പുതപ്പ് വെച്ചുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ പൂണൂൽ ധരിച്ച അവസരത്തിൽ ഞാൻ റസൂലുള്ളാഹിനെ സഅയിന്റെ വേളയിൽ കണ്ടു എന്നുള്ള ഹദീസ് പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ മദ്ഹബുകാരായ നമ്മളെല്ലാവരും തന്നെ സഅയി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ സഅയിന്റെ വേളയിൽ അറബികൾ വന്നിട്ട് എന്ത് ചെയ്യും? ദേശത്തോട് പലപ്പോഴും എന്ത് ചെയ്യും? പറ, എടുത്ത് കളയും. ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ എടുത്ത് കളയാറുണ്ട്. കാരണം എന്താ? ആ മദ്ഹബിലൊന്നും അതില്ല. ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിൽ അത് സുന്നത്തുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഇതാണ്, അത് ആണുങ്ങൾക്ക് സുന്നത്താണ്. അത് ധരിച്ചിട്ട് അങ്ങോട്ട് തവാഫിലേക്ക് തുടങ്ങിയാൽ മതി. മറ്റൊരു സുന്നത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് സുന്നത്തുകൾ മുഴുവനും പറഞ്ഞു പോകണമല്ലോ, പ്രായോഗികമായി ചെയ്യാൻ പറ്റുമെന്നുള്ള മറ്റൊരു വിഷയം. ആദ്യത്തെ 3 കറക്കത്തിൽ റമല് നടക്കുക. റമല് നടക്കുക എന്ന് പറഞ്ഞാല് കാലിന്റെ ചവിട്ടടി അടുപ്പിച്ചുകൊണ്ട് സ്പീഡ് കൂട്ടി നടക്കുക. മനസ്സിലായില്ലേ?
ഓടലും അല്ല എന്നാൽ നടക്കലും അല്ല. അതായത് മാ തഖാറുബിൽ ഖുത്ത എന്ന കാലിന്റെ ഈ ചവിട്ടടി അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സ്പീഡിൽ ഇങ്ങനെ പോവുക. അത് ആദ്യത്തെ 3 പ്രാവശ്യം. അതൊന്നും നടക്കുന്ന കാലം തിരക്ക് കൂടുതലാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ 10 ലക്ഷമായി ചുരുക്കിയപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അവസരം കിട്ടുകയാണെങ്കിൽ ഈ സുന്നത്തുകൾ മുഴുവനും തന്നെ പ്രായോഗികമായ രൂപത്തിൽ കൊണ്ടുവരാനായി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തവാഫ് ഇങ്ങനെ ഈ പറയപ്പെട്ട രീതിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇനി 2 സുന്നത്തുണ്ട്. ഒന്നാമത്തെ സുന്നത്ത്, എപ്പോൾ തവാഫ് ചെയ്താലും അത് ഹജ്ജിന്റെ തവാഫായാലും ഉംറയുടെ തവാഫായാലും സുന്നത്തായ തവാഫായാലും നേർച്ചയാക്കപ്പെട്ട തവാഫായാലും ശരി, എപ്പോൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാലും മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ പോയിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ആ 2 റക്അത്ത് നിസ്കാരത്തിന് എന്താ നിയ്യത്ത് വെക്കുക? ഓർമ്മ വേണേ, തവാഫിന്റെ 2 റക്അത്ത്. എന്താ പറയാം? സാധാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോലെ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ആദ്യ അവസരം. ഉംറക്ക് പോയ ആളുകൾക്ക് ഞാൻ പറ്റിയ ഒരു ചർച്ചയില്ല കേട്ടോ. ആദ്യമായിട്ട് മക്കയിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ കഅബ മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ആദ്യ അവസരം ഈ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മൾ ദുആ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സുന്നത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സംസം വെള്ളം കുടിക്കലാണ്. ആ സംസം വെള്ളം തണുത്തതും തണുപ്പില്ലാത്തതുമെല്ലാം അറിവുണ്ടാകും. തണുപ്പില്ലാത്തത് പരമാവധി കുടിക്കുക. അതും കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇനി നേരെ മസ്അയിലേക്ക് പോകുക. സഅയ് നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുക. ആ സഅയിനും ചില നിബന്ധനകളുണ്ട്, ചില സുന്നത്തായ കാര്യങ്ങളുമുണ്ട്. ആ നിർബന്ധമായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തത് നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അവൻ സഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ കഅബയുടെ ഭാഗത്തേക്ക് തിരിയുക. എന്നിട്ട് നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഹജ്ജ് ഉംറയുടെ നിർബന്ധമായ സഅയിനെ സഫ മർവക്കിടയിൽ 7 പ്രാവശ്യമായി നടക്കുവാൻ ഞാൻ കരുതി. നവൈതു സഅയൽ ഉംറത്തി 7 അശ്വാത്തിൻ ബൈന സഫ വൽ മർവ ലില്ലാഹി തആല. അങ്ങനെ പറഞ്ഞാൽ മതി. അത് പറഞ്ഞ് കഅബയുടെ ഭാഗത്തേക്ക് തിരിയുക. തിരിഞ്ഞിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ളത് 3 പ്രാവശ്യമായി പറയുക. എന്നിട്ട് കൈ ചുംബിക്കുക. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അൽ മശ്യു കുല്ലുഹ, ഈ വഴിദൂരം മുഴുവനും നടക്കണം. കുറച്ചെത്തി തിരിച്ചു പോരാൻ പാടില്ല എന്നുള്ളത്. മൂന്നാമത്തത് ബഅദ തവാഫി, തവാഫിന് ശേഷമായിരിക്കണം സഅയ് നടക്കേണ്ടത്. മുമ്പ് സഅയ് നടക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം. അടുത്തത് സബ്അൻ, 7 പ്രാവശ്യമാവുക എന്നുള്ളതാണ്. അപ്പൊ സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിയാലും കഅബയുടെ ഭാഗത്തേക്ക് തിരിയണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇനി അവിടെ നിയ്യത്തൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? കൈ ചുംബിക്കുക. നേരെ സഫയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ 2 പ്രാവശ്യമാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 3 പ്രാവശ്യമാകും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 4. അങ്ങനെ അവസാനം 7ാം പ്രാവശ്യം അവൻ മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഉള്ളത് അവശേഷിക്കുന്നത് തഹല്ലുലാണ്, മുടികളയലാണ്. മുടികളയാൻ ഏറ്റവും നല്ലത് പെണ്ണുങ്ങളാണെങ്കിൽ അവരവരുടെ റൂമിൽ പോയിക്കൊണ്ട് മുടികളയലാണ് ഏറ്റവും പ്രധാനം നല്ലത്. കാരണം അവരുടെ ഈ ഔറത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ. ആണുങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇൻഷാ അല്ലാഹ് ബാർബർ ഷോപ്പുകളും മറ്റുമെല്ലാം ഉണ്ടാകും. ഫസ്റ്റ് ഉംറയിൽ തന്നെ മുടികളയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലതും. കാരണം മുഹല്ലിഖീങ്ങൾക്ക് വേണ്ടി മുടികളയുന്ന മൊട്ടയടിക്കുന്ന ആളുകൾക്ക് വേണ്ടി റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ അങ്ങനെ തന്നെ മുടി കളഞ്ഞുകൊണ്ട് തഹല്ലുലാവുക, ഉംറയിൽ നിന്ന് വിരാമം കുറിക്കുകയും ചെയ്യുക. ആ ഉംറയിൽ നിന്ന് വിരാമം കുറിച്ച ചില ആളുകൾ മറുവയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാം. ലം യസ്ബുത് ഫീഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ, ആ വിഷയത്തിൽ നബിയിൽ നിന്ന് ഒരു ഹദീസോ മറ്റോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറുവയിൽ സഅയിന്റെ ഭാഗമായി സുന്നത്ത് നിസ്കാരം പല ആളുകളും ചെയ്യുന്നത് കാണാം. പക്ഷെ അങ്ങനെ ഒന്ന് ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഉംറയുടെ ഏകദേശ ചെറിയ രീതി. ഇനി നിങ്ങൾ മക്കയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ സമയമാകുമ്പോൾ അവിടെ 3 കൂട്ടരാവുണ്ടാവുക. ഒന്ന്, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്നവർ മക്കയിൽ ഉണ്ടാകും. രണ്ടാമത്തത്, ഉംറ അവസാനിപ്പിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാകും. മൂന്നാമത്തത്, മക്കക്കാരും അവിടെ ഉണ്ടാകും. ഈ 3 കൂട്ടരും ഇനി എങ്ങനെയാണ് മിനായിലേക്കും അറഫയിലേക്കും പോവേണ്ടത് എന്നുള്ളതൊക്കെ വളരെ വിശദമായൊരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങൾ നാളെ പതിയാശ്ശേരിയിലേക്ക് വന്നോളൂ. അവിടെ വെച്ചുകൊണ്ട് കാണാം. ഇനിയാണ് ഹജ്ജിലേക്ക് പ്രവേശിക്കേണ്ടത്. മനസ്സിലായില്ലേ? 3 കൂട്ടരാണ് ഉണ്ടാവുക ഹജ്ജിന്റെ സമയമാകുമ്പോൾ. ദുൽഹജ്ജ് മാസം 5ഓടുകൂടെ മക്കയിൽ 3 കൂട്ടം ആളുകൾ. ഒന്ന്, ഇവിടന്നേ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് വന്ന ആളുകൾ. രണ്ടാമത്തത്
ഉംറയ്ക്ക് വേണ്ടി ഇവിടുന്ന് പോയി, ഉംറ അവസാനിച്ചു, 10-15 ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് അമലുകളൊക്കെ ചെയ്തു, ഉംറകൾ കുറെ വർദ്ധിപ്പിച്ചു, ഇനി ഹജ്ജിന്റെ സമയമായി. ഇനി അവരാണ് രണ്ടാമത്തത്, അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടില്ല, അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? മൂന്നാമത്തത്, ആ നാട്ടുകാരോ അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വേണ്ടി അവിടെ സ്ഥിരതാമസക്കാരായ ആളുകളോ അവർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്ത്? ഈ 3 കൂട്ടരും ഇനി എങ്ങനെയാണ് അറഫ, മിന, മുസ്ദലിഫയിലേക്ക് പോകേണ്ടത്? എല്ലാം കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവർ തിരിച്ചെത്തേണ്ടത്? ഇൻഷാ അല്ലാഹ് അത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പോകാനായി തയ്യാറായ എല്ലാ ആളുകൾക്കും റഹ്മുറഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അവന്റെ ഖളായിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറ്റി റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവിടെ എത്താനും മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും മർളിയായ രീതിയിൽ അവിടുത്തെ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുവാനും എല്ലാം കഴിഞ്ഞ് അവൻ നൽകുന്ന ആ സ്വർഗവും വാങ്ങി സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. പോവാൻ ആഗ്രഹിക്കുന്ന പോകാത്ത ആളുകൾക്ക് അനധിവിദൂര ഭാവിയിൽ അങ്ങോട്ടെത്താനും പോവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പോയ ആളുകൾക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ടെത്താൻ അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾക്കെല്ലാം ഇജാബത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. മദീനയും ഹജ്ജും എല്ലാം തന്നെ ഇൻഷാ അല്ലാഹ് നാളെ പറയുമ്പോൾ നിങ്ങൾ പരമാവധി എത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.